السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي جد لي فجودك منتظر للمرتجي لا سيما للفقر. ما لي سوى مدحي وحبي من ذخر، فهما الذخيرة لي ونعم المدخر. بهما رجائي أن عيني قد تقر، إذ ما يقابل كل ساع بالأجر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സമാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കൗസർ ബിസ്മി കഴിഞ്ഞാൽ ഉള്ള 3 ആയത്തുകളിൽ 2 ആയത്തുകളാണ് ചെറിയ രൂപത്തിൽ നാം പറഞ്ഞു വച്ചത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് പകരമായി ചോദിക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, റബ്ബിന് വേണ്ടി അവിടുന്ന് നിസ്കാരം നിർവഹിക്കണം. വൻഹർ, ബലിദാനം നടത്തുകയും വേണം. ആ 2 വാക്യങ്ങളുടെയും പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളിൽ ഒന്നാണത്. പക്ഷെ ഇവിടെ കാര്യമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം,
അൽ കൗസർ എന്ന പദത്തിലൊതുങ്ങുന്ന എന്തെല്ലാം തരം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അല്ലാഹു തആല ചോദിക്കുന്ന, പകരമായി ചോദിക്കുന്ന നന്ദി ഉടനെ നിർവഹിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഫസ്വല്ലി എന്നിടത്ത് ഫാ. ഏത് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയാലും ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ഉടനെ നന്ദിയുള്ളവരാകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് വേണ്ടി, റബ്ബിന് വേണ്ടി അവിടുത്തെ ശരീരം മുഴുവനും സമർപ്പിച്ചു. തങ്ങൾ സമർപ്പിച്ച ഏറ്റവും വലിയ സമർപ്പണം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം തന്നെയായിരുന്നു. ഏറ്റവും അധികം അവിടുന്ന് ശ്രദ്ധിച്ചതും സൂക്ഷിച്ചതും ജനസമൂഹത്തെ ഉണർത്തിയതും പ്രധാനമായും നിസ്കാരമാണ്. അല്ലാഹു തആല നമ്മോടും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. നമ്മിൽ നിന്ന് അല്ലാഹു തആല ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നന്ദിബോധവും റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം. സാധാ നിസ്കാരമല്ല, ഫസ്വല്ലി ലിറബ്ബിക. ഞാൻ അതിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് നിസ്കാരം പ്രധാനപ്പെട്ട ഒരു ശുക്റാണ്. അതിൻ്റെ 3 തലങ്ങൾ നിസ്കാരത്തിൽ മേളിക്കുന്നു എന്ന് ഇന്നലെ നാം പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഉമ്മത്തിനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ വിഷയവും നിസ്കാരമാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് ചാരിക്കിടന്നാണ് അവിടുന്ന് വഫാത്തായത്. റബീഉൽ അവ്വൽ മാസം 12-ന് തിങ്കളാഴ്ച ദിവസം സുബഹിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചാരിക്കിടക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട്, പക്ഷേ ശബ്ദം പതുക്കെയാണ്. എന്താണ് അവിടുന്ന് പറയുന്നത് എന്നറിയാൻ ഞാൻ എൻ്റെ കാതൊന്ന് അടുപ്പിച്ചു വെച്ച് നോക്കി. കാതടുപ്പിച്ചു വെച്ചപ്പോൾ അവിടുത്തെ ഉമ്മത്തായ നമ്മോടുള്ള വസിയ്യത്തായിരുന്നു, നിർദ്ദേശമായിരുന്നു അത്. അവസാനം അവിടുന്ന് നൽകിയ നിർദ്ദേശം അതെന്താന്ന് കേൾക്കുമ്പോഴാണ് ഈ ഫസ്വല്ലി ലിറബ്ബിക എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം നമ്മളെല്ലാവരും ഒന്നുകൂടി മനസ്സിരുത്തി ചിന്തിക്കണം, പഠിക്കണം എന്ന് മനസ്സിലാകുന്നത്. അവസാനം അവിടുന്ന് പറയുന്നത് ഉമ്മത്തി ഉമ്മത്തി അസ്വലാഹ്, ഉമ്മത്തി അസ്വലാ, എന്റെ സമുദായമേ, എന്റെ സമൂഹമേ, നിസ്കാരം ശ്രദ്ധിക്കണം, നിസ്കാരം നന്നായി സൂക്ഷിക്കണം. അസ്വലാത്ത അസ്വലാത്ത വമാ മലക്കത് ഐമാനുക്കും, നിസ്കാരം ശ്രദ്ധിക്കണം, നിസ്കാരം സൂക്ഷിക്കണം. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള അള്ളാഹുവിനുള്ള സമർപ്പണമായ നിസ്കാരമാണ്. എല്ലാ ഘട്ടങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ് അത്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല വിഷയങ്ങളിലും സ്വഹാബത്തിന് വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും അവിടുന്ന് നൽകിയിട്ടില്ല. ഒരാൾക്കും ഒരു വിട്ടുവീഴ്ചയും നിസ്കാരത്തിന്റെ വിഷയത്തിൽ നൽകിയിട്ടില്ല. അതേ സമയത്ത് ബദറിലേക്ക് നീങ്ങുന്ന സാഹചര്യം നമുക്കറിയാമല്ലോ. ആ കൂട്ടത്തിൽ പലരും ജീവിതത്തിന്റെ ആദ്യമായി നോമ്പ് നോൽക്കുന്നത് ആ വർഷമാണ്.
നോമ്പ് നിർബന്ധമായി ഏറെ കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ റമളാനിലെ നോമ്പ് ആദ്യമായി നോൽക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. ബദറിലേക്ക് നടന്ന് നീങ്ങുന്ന പലർക്കും ക്ഷീണം ബാധിച്ചപ്പോൾ നോമ്പ് ഉപേക്ഷിക്കാൻ അവിടുന്ന് നിർദ്ദേശം നൽകി. അതേ സമയത്ത് എത്ര ക്ഷീണം സഹിച്ച് യാത്ര ചെയ്തിട്ടും ബദറിൽ എത്തിയ ശേഷം രാത്രി കിടന്നുറങ്ങിയ സ്വഹാബത്തിനെ സുബ്ഹിന്റെ മുമ്പ് തന്നെ വിളിച്ചുണർത്താൻ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നിർദ്ദേശം കൊടുക്കുകയാണ്. നിസ്കരിക്കാൻ സമയമാവുകയാണ്. സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് തന്നെ ക്ഷീണം ബാധിച്ച് നടന്നും വെയിൽ കൊണ്ടും ഒട്ടകപ്പുറത്തുമൊക്കെയായി വന്നവർ ഭക്ഷണം കഴിച്ച് ഉത്സാഹത്തോടെ യാത്ര ചെയ്തവരല്ല, നോമ്പ് പിടിച്ച് യാത്ര തുടങ്ങിയവരാണ്. എന്നാലും നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ല. എപ്പോഴും നിസ്കാരം നിർവഹിക്കണം. അപ്പുറത്ത് ശത്രുക്കൾ വരി വരിയായി നിൽക്കുന്ന ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ നിസ്കാരം നിർവഹിച്ചു. എത്രമാത്രം വലിയ ഭീതിതമായ സാഹചര്യമാണ്. അപ്പുറത്ത് സായുധരായ ശത്രുക്കളാണ്. എന്തും സംഭവിക്കാം. പക്ഷേ അവർക്ക് മുന്നിൽ ഒരു വിഭാഗത്തെ കാവലായി നിർത്തി മറ്റൊരു വിഭാഗത്തെ കൊണ്ട് അവിടുന്ന് ജമാഅത്തായി നിസ്കാരം നടത്തുന്നു. നിസ്കരിച്ച ആളുകൾ തിരിച്ചു വന്ന് കാവൽ നിൽക്കുന്നു. നിസ്കരിക്കാത്തവർ വീണ്ടും പോയി നിസ്കരിക്കുന്നു. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും അവിടുന്ന് വരുത്തിയിട്ടില്ല. എല്ലാവരോടും വളരെ കാർക്കശ്യത്തോടെ അവിടുന്ന് കൽപ്പിച്ച ഒരു വിഷയവും നിസ്കാരമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത് നിസ്കാരമാണ്. നിസ്കാരം ഏത് വിഷയത്തെ സംബന്ധിച്ചാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച നൽകിയ കാരണങ്ങളായി പഠിപ്പിക്കുന്നത് നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിക്കുന്നതിൽ നിന്ന് രണ്ട് വിഷയങ്ങൾക്കല്ലേ കാര്യമായി വിട്ടുവീഴ്ചയുള്ളൂ. ഒന്ന്, അനിയന്ത്രിതമായ ഉറക്കം സംഭവിച്ചു പോയി. സാധാരണ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് എഴുന്നേൽക്കുന്ന ആളെ പറ്റിയല്ല പറയുന്നത്. എന്നും അങ്ങനെ എഴുന്നേറ്റ് ജോലിക്ക് പോയി ദുന്യാവ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചല്ല. എന്നും നിസ്കരിക്കുന്നവരാണ്. പക്ഷേ ക്ഷീണം കാരണമോ സുഖം കൂടിയത് കൊണ്ടോ അറിയില്ല, ഒന്ന് ഉറങ്ങിപ്പോയി, നിസ്കാരം ഖളാ ആയി. നിസ്കരിക്കണം, നിസ്കാരം വീട്ടണം. ആ വിഷയത്തിൽ അല്ലാഹുവിനെ ശിക്ഷിക്കുകയില്ല. അതേ സമയത്ത് നാം ആലോചിക്കണം, നാം ചിന്തിക്കണം. എല്ലാ ദിവസവും നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ എത്ര വലിയ ഹതഭാഗ്യനാണ്. നിസ്കാരം തീരെ നിർവഹിക്കാത്തവൻ ദീനിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞവനല്ലേ. ഒരു വിഷയത്തിലും പരിഗണിക്കാൻ പറ്റാത്ത ആളല്ലേ. നിസ്കാരം ഒഴിവാക്കി നടക്കുന്ന വ്യക്തിയെ നിങ്ങളെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ കല്യാണത്തിന് നിക്കാഹിന് സാക്ഷിയാക്കി അവനെ നിർത്താൻ പറ്റുമോ? ഇല്ല. സാക്ഷിയാരാന്ന് ചോദിക്കുമ്പോ പലരും പറയും അമ്മാവനാണ് സാക്ഷി, എളാപ്പയാണ് സാക്ഷി, മൂത്താപ്പയാണ് സാക്ഷി. കാരണവന്മാരെ മുന്നോട്ട് വെക്കും. പക്ഷേ താരിഖു സ്വലാത്താണെങ്കിൽ അവൻ അതിന് പറ്റൂല. സാക്ഷി നിൽക്കാനാ ഫാസിഖിനെ പറ്റൂല. എളാപ്പ മൂത്താപ്പൊക്കെ ഭക്ഷണം കൊടുക്കുന്നിടത്ത് നല്ല സീറ്റ് കൊടുത്താൽ മതി. അതേ സമയത്ത് സാക്ഷിയാകാൻ യോഗ്യതയുള്ള ആളെ തന്നെ വേണം. നിസ്കരിക്കാത്തവനെ എങ്ങനെ സാക്ഷി നിർത്താനാണ്? ചില പണ്ഡിതന്മാര് നിസ്കരിക്കാത്തവൻ അറവ് നടത്തിയതുപോലും ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? നിസ്കരിക്കാത്തവന് തീരെ സ്ഥാനം കൊടുക്കരുത് എന്നല്ലേ പണ്ഡിതന്മാരുടെ പക്ഷം. നിസ്കരിക്കാത്ത മനുഷ്യനെ കാണുമ്പോ അവനോട് ഏറ്റവും കൂടുതൽ വെറുപ്പും വിരോധവും പ്രകടിപ്പിക്കണം. നിസ്കരിക്കാത്ത മനുഷ്യൻ സമൂഹത്തിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞവനാണ്. നിസ്കാരം നന്നായി പതിവാക്കണം. പതിവായി ചെയ്യുന്ന നിസ്കാരമാണ് റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം. ഫസ്വല്ലി ലിറബ്ബിക, നിങ്ങളുടെ റബ്ബിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം.
റബ്ബിന് വേണ്ടിയാണോ നിസ്കാരം, എന്നാൽ അത് ഉപേക്ഷിക്കരുത്, ഒഴിവായി പോകരുത്. നമ്മുടെ കാര്യത്തിന് വേണ്ടി തീരെ ഒഴിവാക്കരുത്. അഥവാ ഏതെങ്കിലും സന്നിഗ്ധ ഘട്ടത്തിൽ അങ്ങനെ വന്നുപോയാൽ ഉടനെ തന്നെ ആ വിഷയം നിർവഹിച്ചുകൊണ്ട് വീട്ടിക്കൊണ്ട് പിന്നീട് ഒരിക്കലും അങ്ങനെ വരാത്ത രൂപത്തിൽ സൂക്ഷിക്കണം. നിസ്കാരം ഒഴിവാക്കുന്നതിന് ജോലി ഒരിക്കലും കാരണമായി അള്ളാഹു വെച്ചിട്ടില്ല, രോഗം ഒരിക്കലും കാരണമായി വെച്ചിട്ടില്ല. ആരുടെയെങ്കിലും ജനനമോ മരണമോ കല്യാണമോ സൽക്കാരമോ തുടങ്ങിയൊരൊറ്റ വിഷയവും നിസ്കാരം ഒഴിവാക്കുന്നതിന് അള്ളാഹു പൊരുത്തപ്പെടുന്ന കാരണങ്ങളല്ല. ഫസ്വല്ലി ലിറബ്ബിക, റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം. അഥവാ പതിവായുള്ള നിസ്കാരമാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം, എന്നും നിർവഹിക്കുന്ന നിസ്കാരമാണ്. തോന്നുമ്പോൾ നിസ്കരിക്കുന്നവനാകരുത്, എപ്പോഴും നിസ്കാരം നിർവഹിക്കുന്നവനാകണം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അടയാളം പറഞ്ഞിടത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച സ്വഭാവങ്ങളിൽ വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നിസ്കാരം പതിവായി ശ്രദ്ധിക്കുന്നവരാണ്, പതിവായി സൂക്ഷിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിന് വേണ്ടി അവിടുത്തെ ശരീരം മുഴുവനും നിസ്കാരം കൊണ്ട് സമർപ്പിച്ചു. നിസ്കാരത്തിൽ അവിടുത്തെ ശരീരം സമർപ്പിച്ചതുപോലെ കാണുകയും മക്കയിൽ വെച്ച് തന്നെ അവിടുന്ന് നിസ്കരിച്ച് ആരംഭിച്ച നിസ്കാരമാണ് സ്വലാത്തുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരം. ആ തഹജ്ജുദ് നിസ്കാരം തങ്ങൾ നിർവഹിക്കുന്നത് 1, 2, 3 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന നിസ്കാരമാണ്. മദീനയിലെത്തിയപ്പോഴും ആ സ്വഭാവം തന്നെ തങ്ങൾ ആരംഭിക്കുകയും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഘട്ടങ്ങളിലും തോന്നുമ്പോ നിസ്കരിക്കുന്ന ആളുകളാകരുത്, എപ്പോഴും നിസ്കാരം പതിവാക്കുന്ന ആളുകളാകണം. നമുക്ക് സന്തോഷവും ആരോഗ്യവും സാമ്പത്തിക പുരോഗതിയൊക്കെ ഉഷാറാകുമ്പോ മാത്രം നിസ്കരിക്കുന്ന ഒരു കൂട്ടർ അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ഖുർആൻ ഒരു വിഭാഗത്തെ അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വമിനൻ നാസി മൻ യഅബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറുൻ തുമഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി ഖസിറ ദുനിയ വൽ ആഖിറ. മനുഷ്യരിൽ ഒരു വിഭാഗമുണ്ട് യഅബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു സൈഡിൽ നിന്ന് ഒരു ഓരം പറ്റി അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്നവർ. എങ്ങനെയാണ് അവർ ഇബാദത്ത്? ഫൈൻ അസാബഹു ഖൈറുൻ തുമഅന്ന ബിഹി, നല്ല ഐശ്വര്യവും നല്ല ആരോഗ്യവും നല്ല തൃപ്തിയും ഒരു ടെൻഷനും ഒരു വിഷമവും ഒരു പ്രശ്നവും ഒരു പരാതിയും ഇല്ലെങ്കിൽ അവരെ ഇബാദത്തിനും കാര്യങ്ങളിലും ഒക്കെ ഉഷാറാണ്, മുന്നോട്ടാണ്. വൈൻ അസാബത്തുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി, എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ അവർ മുഖം തിരിച്ചു പോകും, പിന്നെ അവരെ ഒരു സംഗതിക്കും കാണൂല. അപ്പൊ അവരെ മനസ്ഥിതി എന്താ? നമ്മളെ കാര്യം ശരിയാകട്ടെ, എന്നിട്ട് പടച്ചോന്റെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പരീക്ഷണ ഘട്ടം നൽകിയാലും തരണം ചെയ്ത് അല്ലാഹുവിന് നമ്മുടെ ശരീരം സമർപ്പിക്കണം. നമ്മുടെ ശരീരത്തിന്റെ മേൽ ഒരു അധികാരവും ഒരു അവകാശവും നമുക്കില്ല. ഈ ശരീരം നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അധികാരം അല്ലാഹുവിനാണ്. ഉടമസ്ഥനും അവനാണ്. അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന് ഒരൊറ്റ ഒന്നിന് കടപിടിക്കുന്ന ശുക്ർ ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിയില്ല. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തന്നു. അതിന് നിലനിർത്തേണ്ട ശുക്റാണ് നിസ്കാരം. അത് ഫസ്വല്ലി ലിറബ്ബിക, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കണം. അവിടെ റബ്ബിന് വേണ്ടി നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഖുർആൻ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, ലിറബ്ബിക എന്ന് അല്ലാഹു തആല ഈ സൂറത്തിൽ പറഞ്ഞത് റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം. അല്ലാത്ത നിസ്കാരം ഉണ്ടോ? റബ്ബിന് വേണ്ടി അല്ലാത്ത നിസ്കാരം ഉണ്ട്. അല്ലാത്ത നിസ്കാരമുണ്ട്. ഷർത്തും ഫർളും സുന്നത്തൊന്നും നേർക്ക് വെക്കാത്ത നിസ്കാരം അതാർക്കോ വേണ്ടിയുള്ള നിസ്കാരമാണ്.
റബ്ബിന് വേണ്ടിയാകണം നിസ്കാരം. നല്ല ശ്രദ്ധയോടുകൂടി നിസ്കരിക്കണം നിസ്കാരം സഹോദരങ്ങളെ കടമ നിർവഹിക്കാൻ വേണ്ടി മാത്രമാകരുത്. നിസ്കരിച്ചു എന്ന് മറ്റൊരാൾ പറയാൻ വേണ്ടിയുള്ള നിസ്കാരമാകരുത്. നിസ്കാരത്തിലാണ് ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത്, സൂക്ഷ്മത വേണ്ടത്. നിസ്കരിക്കുന്നവൻ ആദ്യമായി റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുന്ന ആള്, ആ നിസ്കാരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാകുന്ന വുളൂ അത് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ തന്നെ പാലിക്കണം. വുളൂഇൽ അബദ്ധം വന്ന് ചേരരുത്. വുളൂ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവോ? ഇല്ല, അതെല്ലാവർക്കും അറിയാം. വുളൂ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ശരിയായ രൂപത്തിലും ഭാവത്തിലും വുളൂ എടുക്കാൻ അറിയണം. അതെപ്പോഴും അറിയണം. നിയ്യത്ത് വെക്കേണ്ട തുടക്കം മോനെ വുളൂഇന് എപ്പോഴാ നിയ്യത്ത് തുടങ്ങണ്ടേ? മുഖം കഴിക്കുമ്പോ അല്ല, കൈ കേൾക്കുമ്പോഴല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ തുടക്കത്തിലല്ലേ ദിക്ർ? തുടക്കത്തിലുള്ള ദിക്ർ എന്താ? അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നല്ലേ? അപ്പൊ അഊദും ബിസ്മിയാണ് തുടക്കത്തിൽ. അത് ചൊല്ലുമ്പോ മനസ്സിൽ നിയ്യത്ത് വേണം, വുളൂവിന്റെ സുന്നത്താണ്. വുളൂവിന്റെ സുന്നത്ത് ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള നിയ്യത്ത് മനസ്സുകൊണ്ട് പറയാ നിയ്യത്ത് മനസ്സിൽ കരുതുക. അഊദും ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് ദിക്റും ചൊല്ലിയിട്ട് വുളൂ എടുക്കുക. മുൻകൈ കേൾക്കുമ്പോഴൊക്കെ ആ ദിക്ർ, ആ സുന്നത്ത്, ആ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. വുളൂവിന്റെ സുന്നത്ത് നിർവഹിക്കുന്നു. കുപ്ലിക്കുന്ന സമയത്തും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയത്തും കുപ്ലിക്കുന്നതിന്റെ മുമ്പുള്ള മിസ്വാക്കിന്റെ സമയത്തും ഒക്കെ ആ നിയ്യത്ത് വേണം, സുന്നത്തിന്റെ നിയ്യത്ത്. ഒരാളിങ്ങനെ അഊദും ബിസ്മിയും ചൊല്ലി കയ്യും കഴുകി കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, നിയ്യത്ത് ആരംഭിക്കുന്നത് ഈ മുഖം കഴുകുമ്പോഴാണ്, ഫർളായ നിയ്യത്ത്. എന്നാൽ അതുമുതലേ കാര്യമായിട്ട് വുളൂവിന്റെ പരിഗണന ഉണ്ടാവുള്ളൂ. ശരിക്ക് ഈ കഴുകിയതൊക്കെ സവാബ് കിട്ടുന്ന രൂപത്തിൽ, വുളൂഇന് പൂർണ്ണത ലഭിക്കുന്ന രൂപത്തിലാകണമെങ്കിൽ അപ്പോഴൊക്കെ സുന്നത്ത് എന്ന നിയ്യത്ത് മനസ്സിൽ വേണം. പുതിയ മസല ഇന്ന് ഉണ്ടാക്കി വന്നിട്ടൊന്ന് അവതരിപ്പിക്കല്ലോ കേട്ടോ, കിതാബിൽ പണ്ടേ ഉള്ള മസലയാണ്. സുന്നത്ത് അവിടെ കരുതണം, അവിടെ സൂക്ഷിക്കണം. സുന്നത്തായ സംഗതികൾ ചെയ്യുമ്പോൾ സുന്നത്തായ നിയ്യത്ത് മനസ്സിൽ വേണം. അഊദും ബിസ്മിയും ദിക്റൊക്കെ ചൊല്ലിയിട്ടുള്ള വുളൂ കാണാൻ വലിയ പരല്ലേ. നിങ്ങളിവിടെ നിന്നിട്ട് വുളൂ എടുക്കുന്നവരൊക്കെ ഒന്ന് 10-15 മിനിറ്റ് നിന്ന് വീക്ഷിച്ചു നോക്കണ്ട്. ആകെ വുളൂഇന് ഏറ്റവും പ്രധാനമായും തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് ദിക്ർ. തുടക്കത്തിലും ഒടുക്കത്തിലുള്ള ദിക്ർ താമായി ചൊല്ലിയിട്ടുള്ള വുളൂ എത്ര എടുത്തു ആലോചിച്ച് നോക്കി. അല്ല, നമുക്ക് അറിയാത്തതല്ലല്ലോ, അറിയുന്നതല്ലേ. ഇനിയും ഇത് ചെയ്യാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴാ? പഞ്ഞി വെച്ചിട്ടോ? വുളൂ എടുക്കുന്ന നിങ്ങളെല്ലാവർക്കും എല്ലാവരും വുളൂ എടുത്തല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാ നമ്മൾ വുളൂ ഒന്ന് ക്ലിയർ ആക്കി ചെയ്യാം. റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുന്ന ആളാ, നിസ്കാരത്തിന്റെ മുഖദ്ദിമയായ ആമുഖമായിട്ടുള്ള വുളൂ അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അതിൽ അപാകത വരരുത്. വുളൂ എത്ര ഭംഗിയാകുന്നുണ്ടോ അത്ര കണ്ട് നിനക്ക് നിസ്കാരത്തെ ഭംഗിയാക്കാൻ പറ്റും. വുളൂ അതിന്റെ മർമ്മാണ്. അങ്ങനെ തുടക്കത്തിലും ഒടുക്കത്തിലുള്ള ദിക്ർ ശ്രദ്ധിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ മുഖം കഴുകുന്നതിനും കൈ കഴുകുന്നതിനും കാല് കഴുകുന്നതിനും ചെവി തടവുന്നതിനും തല തടവുന്നതിനും ഒക്കെ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കൂടി ചൊല്ലി പഠിപ്പിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാകണ്ട. എന്നാൽ ഒടുക്കത്തിലും തുടക്കത്തിലും ആ 2 ദിക്റെങ്കിലും നമ്മൾ പതിവാക്കണം. അതതിന്റെ പൂർണ്ണതക്ക് ആവശ്യം തന്നെയാണ്. ഇനി കിട്ടാത്ത ആളുകൾ ചൊല്ലിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അത് ആ ചുമരില തൂക്കിയിരിക്കുന്നത്. എല്ലാ പള്ളിയുടെ ചുമരിലും ഉണ്ട് അല്ലേ? നിങ്ങൾ ഏതെങ്കിലും പള്ളി ഇല്ലാത്തവണ് നോക്കണ്ടി, ഒരു ഫോട്ടോ കോപ്പി അവിടെ കൊണ്ട് ഒട്ടിച്ചേക്കാം. അറിയാത്തവർക്കൊരു സഹായം എന്ന നിലക്കാണ് അത് അവിടെ തൂക്കിയിരിക്കുന്നത്, നോക്കി ചൊല്ലാൻ. പക്ഷെ ഞാൻ പറയുന്ന വിഷയം അവിടെ അല്ല.
പഴയ കാലത്തെ ആളുകൾ നമ്മളെപ്പോലെ ഈ 10ാം ക്ലാസ്സും 15ാം ക്ലാസ്സും ഒന്നും പഠിക്കാത്ത ഓത്തുപള്ളിയിൽ മാത്രം പഠിച്ചിരുന്ന നമ്മളെ വല്യപ്പമാരും വല്യമ്മമാരും ഈ ദിക്റൊന്നും ചൊല്ലാതെ ഒറ്റ ഉളു അവിടെ എടുത്തിട്ടുണ്ടാവില്ല. നമ്മളും അവരും എവിടെ? ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, അവരെക്കാളും ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടി ദുനിയാവില്. ഇനി ഇപ്പോഴും പലരുടെയും മനസ്സിൽ ദുനിയാവ് കിട്ടിയത് മതിയായിട്ടില്ല എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. മതിയായി എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കേട്ടില്ല. മതിയായിട്ടില്ല എന്നുള്ള ചിന്തയിൽ തന്നെ ഉള്ളത്. 4ാം തലമുറക്കുള്ള ജീവിക്കാനുള്ളത് അല്ലാഹു തആല കൊടുത്താലും ആളുകൾ പറയും കുറച്ചുകൂടി ആവശ്യമുണ്ട്. എന്നാൽ ഇതൊക്കെ ഒന്ന് നന്ദിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്ന് ചൊല്ലണ്ടേ നമ്മൾ. സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് നൽകിയ ഒരു ദിക്റാണ് ഉളൂവിന്റെ ശേഷം ചൊല്ലുന്ന 3 വട്ടം ചൊല്ലുന്ന ദിക്ർ. 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് ആ ചൊല്ലുന്ന ദിക്ർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുത്തത്വഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على خير خلقه سيدنا محمد وآله وصحبه وسلم. ഇത്ര ചെറിയ ദിക്റാണ്, ഈമാൻ കിട്ടി മരിക്കാൻ പറ്റുന്ന സന്തോഷമുള്ള ദിക്റാണത്. നമ്മൾ അതെങ്കിലും ആ 2 ദിക്റുകളെങ്കിലും പതിവാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഖം കഴുകുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറയട്ടെ, മുഖത്തിന്റെ അതിർത്തി മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ല് വരെ, ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയാണ് മുഖത്തിന്റെ അതിർത്തി പറയാറുള്ളത്. അല്ലേ? തെറ്റിയിട്ട് നിങ്ങൾ പറയണ്ടോ? അതിർത്തി അങ്ങനെ പറയാറുള്ളത്. പക്ഷേ അതിർത്തിയിൽ നിന്ന് കുറച്ചുകൂടി മേൽപോട്ട് കഴുകണം. അതിർത്തി മുടി മുളക്കുന്ന സ്ഥലമാണെങ്കിലും കുറച്ചുകൂടി മേലൊന്ന് കഴുകണം. അങ്ങനെ കഴുകുമ്പോഴേ ഈ അതിർത്തിയുടെ ഭാഗം കഴുകി എന്ന് പറയുള്ളൂ. ചെവിയുടെ 2 കുറ്റിയുണ്ട് ഇവിടെ. കുറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അവനെ? 2 കുറ്റി ഒന്ന് പിടിച്ചു, എല്ലാവരും ചെവിക്കുണ്ടാവും. ഈ 2 കുറ്റി നനയണം. അപ്പോഴേ ചെവിയുടെ ഈ ഭാഗം കഴുകി എന്ന് പറയാവൂ. വളരെ കൃത്യമായൊരു ശ്രദ്ധിക്കണം. ഉപ്പമാരോടൊക്കെ ഞാൻ പറയട്ടെ, നല്ല താടി, തിങ്ങിയ താടി വെക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഉളൂവിന്റെ സ്ഥലം ചുരുങ്ങി കിട്ടും. കാരണം തിങ്ങിയ താടി കൈകൾ നിർബന്ധമല്ലല്ലോ. തിങ്ങിയ താടി തിക്കകറ്റിൽ സുന്നത്തല്ലേ ഉള്ളൂ. അതെ, തിങ്ങാത്ത താടി വെച്ചാൽ ഉള്ളിലേക്ക് ശരിക്ക് വെള്ളം റെഡിയായിട്ട് പമ്പ് ചെയ്ത് റെഡിയാക്കണം. അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കണം കട്ടിമീശ വെക്കുന്ന ആളുകൾ. മീശ വെട്ടി ചെറുതാക്കുകയാണ് വേണ്ടത്. കട്ടിമീശയുടെ ഉള്ളിലേക്ക് ശരിക്ക് വെള്ളം ചേരണം. അല്ലാതെ ആ ഭാഗം കഴുകി എന്ന് പറയാൻ കഴിയൂല. അപ്പൊ താടി ക്ലീൻ ആക്കിയ ആളുകൾ ആ ഭാഗം മൊത്തം കഴുകണം. വെള്ളം ഇങ്ങനെ ചെറിയ രൂപത്തിൽ നിന്ന് ഇങ്ങനെ നനഞ്ഞാ പോരാ, വെള്ളം ഇങ്ങനെ ഒലിക്കണം. ഈ കണ്ട ഭാഗങ്ങളിലൂടെ ഒലിക്കണം വെള്ളം. 3 പ്രാവശ്യം ഒരാൾ കഴുകി, 3 പ്രാവശ്യം ഒരാൾ കഴുകിയിട്ട് 3 പ്രാവശ്യം മൊത്തം കഴുകിയിട്ടാണ് നിർബന്ധത്തിന്റെ ഭാഗങ്ങളൊക്കെ വീടിയത് എങ്കിൽ സുന്നത്ത് അയാൾക്കില്ല. ഉണ്ടോ? സുന്നത്തില്ല. കാരണം സുന്നത്തായിട്ടുള്ള കഴുകൽ വേണമെങ്കിൽ നിർബന്ധത്തിന്റെ ഭാഗങ്ങളൊക്കെ 1ാമത്തെ രൂപത്തിൽ പൂർത്തിയായാൽ 2ഉം 3ഉം സുന്നത്ത് കിട്ടും. 1ാമത്തേൽ കഴുകി കുറഞ്ഞ ഭാഗം വിട്ടു, 2ാമത്തേൽ അത് പൂരിപ്പിച്ചു, 3ാമത്തേൽ ബാക്കിയും പൂരിപ്പിച്ചു. ഇപ്പൊ എന്തേ വീടിയിട്ടുള്ളൂ? ഫർളേ വീടിയിട്ടുള്ളൂ. ഫർള്, ആ മുഖം കഴുകി എന്നുള്ള ഫർള് കിട്ടി. ഫർളായ ഭാഗങ്ങൾ മൊത്തം കഴുകിയത് 2ാമത്തെ പ്രാവശ്യം കൊണ്ടാണ് കഴുകി വീടിയതെങ്കിൽ ഒരു സുന്നത്ത് കിട്ടും 3ാമത് കഴുകുമ്പോ. അപ്പൊ 1 കഴുകിയിട്ട് 2ഉം 3ഉം സുന്നത്താകണമെങ്കിൽ 1ാമത്തെ പ്രാവശ്യം കൊണ്ട് തന്നെ ഫർളിന്റെ ഭാഗങ്ങളൊക്കെ കഴുകലിൽ പൂർത്തിയാകണം. ഇപ്പൊ കൈ കഴുകുന്ന ഒരാള് ഇങ്ങനെ വെള്ളമെടുത്തിട്ട് ഈ മുട്ടിന്റെ കൈതാ മുട്ട് എല്ല് കാണുന്ന കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മൊത്തം ഇങ്ങനെ നനച്ചു, ശരിക്കും ഇങ്ങനെ ഒലിച്ചു. 1ാം തവണ തന്നെ കൈയിന്റെ ആ ഭാഗങ്ങളൊക്കെ ക്ലിയറായി നനഞ്ഞു. എന്നാൽ 2ലും 3ലും സുന്നത്തായ കൈകൾ കിട്ടി.
ഒരു വെള്ളെടുത്ത് ഇങ്ങനെ കഴുകി, അപ്പൊ ഇവിടെ നനഞ്ഞിട്ടില്ല. രണ്ടാമത്തേൽ കുറച്ച് ഇവിടെ നനഞ്ഞു, മൂന്നാമത്തേൽ ഇവിടെയും കുറച്ച് നനഞ്ഞു, റെഡിയായി. 3 കഴുകലും കൂടിയിട്ടാണ് ഫർളായ ഭാഗങ്ങൾ ഫുള്ളായത് എങ്കിൽ ഫർള് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, സുന്നത്ത് ലഭിച്ചിട്ടില്ല. വുളൂ പൂർണ്ണമാണോ എന്ന് വെച്ചാൽ പൂർണ്ണമല്ല. കാരണം സുന്നത്തില്ല, ഫർള് മാത്രമേ ഉള്ളൂ. അത് നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. മുടി തന്നെ തടവുന്ന ആളുകള്, മുടിയുടെ തലയുടെ പരിധി കടന്നിട്ട് തലയുടെ പരിധി വിട്ട രീതിയിലുള്ള മുടി, അത് മേൽപോട്ട് ഇങ്ങനെ വാർന്നു വെച്ച മുടിയാന്ന് കൂട്ടിക്കോളും. മുന്നിലേക്ക് വാരുമ്പോ തലയുടെ പരിധി വിട്ടിപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ആ മുടി, അതാണ് തടവുന്നത് എങ്കിൽ മതിയാകൂല. തലയിൽ ഉള്ള ഭാഗത്തുള്ള മുടിയാണ് തടവേണ്ടത്. ഉദാഹരണമായിട്ട് ഒരാളെ മുടി പെരടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, ചെവിക്കുറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ട് തലമുടി തടവാന്നല്ലേ പറഞ്ഞ്? തല തടവാന്നാ പറഞ്ഞത്. തലമുടി എന്നുള്ള ആൾക്ക് ഈ മുടിയൊക്കെ തലയിൽപ്പെട്ടതാ. ഈ പെരടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ മുടിയാണ് ഒരാൾ തടവിയതെങ്കിൽ തല തടവിയ കൂട്ടത്തിൽ പെടൂല. പരിധി വിട്ട മുടിയാണത്. അത് ശരിക്ക് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കാല് കഴുകുമ്പോ തന്നെ എത്രമാത്രം ശ്രദ്ധിക്കാനുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉളു എടുത്തെങ്കിലേ ഉളു കൃത്യമാവുകയുള്ളൂ. ഉളു റെഡിയായെങ്കിലേ ഈ പറയുന്ന നിസ്കാരം, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കാൻ കഴിയൂ. എങ്ങനെങ്കിലും നിസ്കരിക്കാന്നല്ല അല്ലാഹു തആല പറഞ്ഞത്, അത് നന്ദിയായി കൂട്ടൂല. ഫസ്വല്ലി ലിറബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് പഠിപ്പിച്ചു, റബ്ബിന് വേണ്ടി എന്ന് പ്രത്യേകം പറഞ്ഞത്, ആ ലാമിട്ട് പറഞ്ഞതിൽ ഒരു പ്രത്യേകം പഠിക്കാനുണ്ട്. ഈ ലാം റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞത് കർറൂഹിലിൽ ബദനി, ശരീരത്തിനുള്ള ആത്മാവ് പോലെയാണ്. ശരീരത്തിന് സഹോദരങ്ങളെ ജീവൻ ശരിയായ രൂപത്തിലുണ്ട് എന്ന് പറയുന്നത്, ആത്മാവ് പൂർണ്ണമായ രൂപത്തിൽ ശരീരത്തെ വിട്ടുപിരിയാതെ കാൽപാദം മുതൽ മൂർധാവ് വരെ, മൂർധാവ് മുതൽ കാൽപാദം വരെ ശരിയായ രൂപത്തിൽ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് അതിന് നല്ല പ്രശംസയും നല്ല സന്തോഷവും ലഭിക്കുന്നത്. ആത്മാവ് പൂർണ്ണമായിട്ടുണ്ടാകുമ്പോ അതേ സമയത്ത് ആത്മാവ് വേർപിരിഞ്ഞു പോയാൽ അതിനെ സംബന്ധിച്ച് ഡെഡ് ബോഡി എന്നാണ് പറയുക. അതേ ഒരു ഭാഗത്തുള്ള ആത്മാവ് പിരിഞ്ഞുപോയി, അവിടെ ചലനം ഇല്ല, അവിടെ അനക്കം ഇല്ല. റൂഹ് പിടിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ, ഒരു ഭാഗത്ത് ചലനം മറ്റുപോയി, പിന്നെ നോക്കുമ്പോ അടുത്ത ഭാഗത്തും ചലനം മറ്റുപോയി. ചിലരുടേത് കണ്ടിട്ടില്ലേ നിങ്ങൾ, മണിക്കൂർ കണക്കിനുണ്ടാകാറുണ്ട്. ചിലരുടെ ആത്മാവിനെ പിടിക്കുന്നത് 1-2 ദിവസം കൂടുതൽ ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് തന്നെ ആത്മാവിനെ പിടിക്കുന്ന സ്വഭാവവും ഉണ്ട്. ചില അവയവങ്ങൾക്കുള്ള ചലനശേഷി പൂർണ്ണമായും നശിച്ചുപോയി, തൊട്ടാൽ അറിയുന്നില്ല. അതേ ചൂട് വെപ്പിച്ചാലും അറിയുന്നില്ല, വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങൾ നൽകിയാലും അറിയുന്നില്ല. അതിന്റെ ആത്മാവ് വേർപിരിഞ്ഞു പോയി, അതിനൊരു ശക്തിയും ഇല്ല, ഒരു ജീവച്ചവം പോലെ കിടക്കുന്നു. കയ്യിനും കാലിനും ഒരു ശക്തിയും ഇല്ലാതെ കിടക്കുമ്പോ അങ്ങനെ പറയാറില്ലേ? അതുപോലെയാണ് ഈ നിസ്കാരത്തിലെ റുകൂഉം സുജൂദും, നിസ്കാരത്തിലുള്ള എല്ലാ ഇബാദത്തും റബ്ബിന് വേണ്ടിയുള്ളതായിട്ടില്ലെങ്കിൽ ആ നിസ്കാരവും അങ്ങനെ തന്നെ മൈത്തൻ മർമിയ, വലിച്ചെറിയപ്പെടുന്ന നിർജീവമായ നിസ്കാരമാകും. നിന്റെ നിസ്കാരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിന് വേണ്ടിയുള്ളതാകണം, നല്ല ഭക്തിപൂർവമുള്ള നിസ്കാരമാകണം, ഇഖ്ലാസ് കൂടിയ നിസ്കാരമാകണം. ഇഖ്ലാസുള്ള നിസ്കാരമാണോ, ആ നിസ്കാരത്തിൽ അത്രയും സുന്നത്തുകൾ പാലിക്കണം, കറാഹത്തുകളൊക്കെ ഒഴിവാക്കണം. ഭക്തിപൂർവമുള്ള നിസ്കാരമാകണം. 2 നിലക്കുള്ള ഭക്തിയും നിസ്കാരത്തിൽ ഉണ്ടാകണം. ഖൽബിന് ഭക്തി ഉണ്ടാകണം, അവയവങ്ങൾക്കും ഭക്തി
ഭക്തി ഉണ്ടാകണം. നിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷം നിന്റെ നോട്ടം നിയന്ത്രണ വിധേയമല്ലേ? നിന്റെ ഖൽബിന് ഖുശൂ ഇല്ല എന്നാണ് അതിന്റെ തെളിവ്. നിന്റെ കൈ വെക്കേണ്ടിടത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല. നിന്റെ കൈ പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. നിന്റെ കാല് പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. നിന്റെ നോട്ടം പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഇതൊക്കെ നിയന്ത്രണ വിധേയമാകണം. അവയവങ്ങൾക്ക് അപ്പോഴാണ് ഖുശൂ ഉള്ളത്. അവയവങ്ങൾക്ക് ഭക്തിയുണ്ടോ എന്നാ ഖൽബിനും ഭക്തിയുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ താടി പിടിച്ചിങ്ങനെ കളിക്കുന്ന, താടി പിടിച്ചിങ്ങനെ ശരിയാക്കുന്ന ഒരു സ്വഹാബിയെ കണ്ടു. കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹുഹു. ഇദ്ദേഹത്തിന്റെ മനസ്സിന് ഖുശൂ ഉണ്ടെങ്കിൽ, ഖൽബിന് ഭക്തിയുണ്ടെങ്കിൽ അവയവങ്ങൾക്കും ഭക്തിയുണ്ടാകുമായിരുന്നു. നിസ്കാരത്തിലല്ല തലയെക്കെട്ട് ശരിയാക്കേണ്ടത്, നിസ്കാരത്തിലല്ല താടി ശരിയാക്കേണ്ടത്. നിസ്കാരത്തിലാണോ ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ചൊവ്വാക്കി നിൽക്കേണ്ടത്? തൊപ്പി റെഡിയായില്ല നിസ്കാരത്തിൽ. നിസ്കാരത്തിൽ ഇപ്പൊ ഫോൺ ശരിയാക്കുന്നവരെ നിസ്കാരത്തിലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്തൊക്കെയാണ് ആൾക്കാരെ ഹാല്. ഫോണൊന്ന് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കീശയിട്ടല്ലേ, ശബ്ദിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒന്ന് അവിടെ ആ സ്വിച്ചൊക്കെ അറിയാലോ, സ്വിച്ചുമിലൊന്നും ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയല്ലോ, സൗണ്ട് ഇല്ലാതെ. ഓഫാക്കൊന്നും വേണ്ട. ഓഫാക്കിയാൽ ആരെങ്കിലും നിസ്കാരത്തിന്റെ ഇടയിൽ മരിച്ചുപോയാലോ, മരിച്ചുപോയ അയാൾക്ക് ഹയാത്താകണമെങ്കിൽ ഫോൺ ഓൺ ആയിക്കണ്ടേ? എന്താ ഇവരൊക്കെ തിരക്ക്. ഫോൺ ഇങ്ങനെ നമ്പർ ഇങ്ങനെ അടിക്കന്നെ, അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കന്നെ ഒക്കെ. നിസ്കാരം റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരമാണ്. മറ്റു ശുഗലുകളിലേക്കൊന്നും പോകാൻ പാടില്ല. കറാഹത്തുകൾ ഒഴിവാക്കിയ നിസ്കാരമാകണം നമ്മുടെ നിസ്കാരം. നിസ്കരിക്കാൻ വരുന്ന ആളുകളൊക്കെ കഴിവിന്റെ പരമാവധി കറാഹത്തുകൾ ഒഴിവാക്കി നിസ്കരിക്കണം. വേഷവിധാനത്തിലുള്ള കറാഹത്തുകൾ ഒഴിവാക്കണം. കൈ ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. കൈ ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല, കൈ നിവർത്തിയിടണം. പാന്റ് ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല, പാകത്തിലുള്ള പാന്റ് ധരിക്കണം. പാന്റ് മോശപ്പെട്ട വസ്ത്രധാരണമൊന്നല്ല, നല്ലതാണ്. നല്ല രൂപത്തിലാണെങ്കിൽ നല്ലതാണ്. അത് തുണിയും അങ്ങനെ തന്നെ, ഈ ധരിച്ചിരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. അതിൻ്റെ അളവിലൊത്തതാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെ. പാന്റിനായിട്ട് കുറ്റം പറയില്ല, പാന്റ് നല്ല വസ്ത്രം തന്നെയാണ്, നല്ല രൂപത്തിലാണെങ്കിൽ. തുണി അങ്ങനെ തന്നെ, തുണി ഞെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല, പാന്റും ഇറങ്ങാൻ പാടില്ല. നിയമക്കെല്ലാത്തിനും തന്നെയല്ലേ. കന്തൂറ ഇറങ്ങാൻ പാടില്ല, കന്തൂറ നെരി ഇറങ്ങാൻ പാടുണ്ടോ? പറ്റൂല. നെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പറ്റും നിസ്കാരക്കുപ്പായം, പെണ്ണുങ്ങളെ. അത് നല്ലോണം താഴോട്ട് ഇറങ്ങണം. അത് ഞെരിയാണിക്ക് മേലെയാക്കിയിട്ട് പൊക്കി പിടിക്കാൻ പറ്റൂല, അത് താഴോട്ട് ഇറങ്ങണം. കാല് കാണാത്ത വിധം താഴോട്ട് നല്ല വലുപ്പം വേണം നിസ്കാരക്കുപ്പായത്തിന്. നിസ്കാരക്കുപ്പായം ധരിച്ച് കഴുത്തിന്റെ ഭാഗത്ത് ഹോളുണ്ടാകാൻ പാടില്ല, അവിടെ ഇവിടെ ഓട്ട ഉണ്ടാക്കിയിട്ട് കാണാൻ പാടില്ല. കഴുത്തിന്റെ ഭാഗമൊക്കെ നല്ല മറയുന്ന, മക്കനെ ഇട്ടിട്ട് മുടിയൊന്നും പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ നല്ല ക്ലിയറായി കൃത്യമായി മറയുള്ള നിസ്കാരക്കുപ്പായത്തിന്റെ കൈ, അതിന്റെ കഫിന്റെ ഭാഗം സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു ഉയർത്തുമ്പോ തായോട്ട് കൊഴിഞ്ഞു ചാടാത്ത നല്ല ഫിറ്റായ കഫായിരിക്കണം. തായോട്ടെങ്ങാനും അത് താന്നു പോയിട്ട് ആ ഭാഗം എവിടെയെങ്കിലും ഒന്ന് വെളിവായാൽ നിസ്കാരം ബാത്തിലായി പോകും. നിസ്കാരക്കുപ്പായത്തിന്റെ കയ്യേ ഇപ്പൊ ഈ പുതിയ മോഡൽ വരുന്ന ഫർദന്റെ കയ്യോ പോലാകരുത്. ആ കയ്യോടെ ഫിറ്റാക്കി അടിച്ചു വെക്കണം. അതിപ്പോ ചില സഹോദരിമാർക്കൊരു പണിയുണ്ട്, തുടക്കത്തിൽ ഒന്ന് ഫിറ്റാക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ടൊന്നും ഇങ്ങനെ വെക്കും. ഒരു റക്കാത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പോവും. ഉമ്മമാരെ അത് പടച്ചോനെ പറ്റിക്കുന്ന സ്വഭാവ. അത് ശരിയാകൂല. അത് കൃത്യമായിട്ട് അടിച്ചു വെക്കണം. അങ്ങനെ അടിച്ചത് വാങ്ങാൻ കിട്ടാണ്ട് അങ്ങനത്തെ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ വാങ്ങിട്ടല്ലേ, വാങ്ങിട്ടാണ്ട് നമ്മളൊക്കെ അങ്ങനത്തെ അല്ലേ വാങ്ങല്. ഇനി ഉമ്മമാർക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ കിട്ടാത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നാളത്തെ പോയി വാങ്ങാൻ പറയണം ഭർത്താക്കന്മാരോട്. എന്നോട് പരാതി ഒന്നും പറയരുത്, ഉള്ള കാശെടുത്ത് നല്ലത് വാങ്ങിക്കൊടുക്കണം. നല്ലത് വാങ്ങിക്കൊടുക്കും. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ, ഈ കൈ ഫിറ്റ് ആയത് കണ്ടില്ലേ, ഇത് കുടുക്കിട്ടിട്ട് ഇതേപോലെ നല്ല ഫിറ്റിൽ നിൽക്കണം. ഇത് ലൂസായിട്ട് തുടക്കത്തിൽ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഇങ്ങനെ ചുരുട്ടിയിട്ടൊന്നിങ്ങനെ ചുരുട്ടി വെക്കും. ചിലരൊന്നിങ്ങനെ മടക്കിയിട്ടൊന്ന് ടൈറ്റായി ചുരുട്ടി വെക്കും. ചിലർക്ക് 2 റക്കാത്ത് കഴിയുമ്പോൾ വരെ ഉണ്ടാവും, ചിലർക്ക് 1 റക്കാത്ത് കഴിയുമ്പോൾ തന്നെ പോവും. അപ്പൊ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് അതിങ്ങനെ താഴോട്ട് ഇറങ്ങുകയാണ്.
താഴോട്ടിറങ്ങിയിട്ട് മറക്കേണ്ട ഭാഗം വെളിവായി പോയാൽ, ഔറത്ത് വെളിവായാൽ നിസ്കാരം ശരിയാവോ? മറക്കേണ്ട ഔറത്തൊക്കെ മറക്കണ്ടേ? ചില ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്, യാത്രയിലൊക്കെ കാണാൻ ചില ആളുകൾ നിസ്കാരക്കുപ്പായം നിസ്കരിക്കാനുള്ള സ്ഥലത്ത് ഉണ്ടെങ്കിലും സഹോദരിമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഥലത്ത് ശരിക്കുള്ള നിസ്കാരക്കുപ്പായം ഉണ്ടെങ്കിലും അവരാ പർദ്ദ ധരിച്ച് നിസ്കരിക്കും. എന്നിട്ട് ആ പർദ്ദ ധരിച്ച് നിസ്കരിക്കുന്നത് എന്താ ഇതിന്റെ കോലം എന്നറിയോ നിങ്ങൾ? അവരെ സുജൂദിൽ ആ കാലും കാലിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ വെളിവാകാണ്. അത് കഴിഞ്ഞ ദിവസം യാത്രയിൽ ഒരു സഹോദരിയോട് പറഞ്ഞപ്പോ ആ സഹോദരി പറഞ്ഞു, സുജൂദിലല്ലേ, അത് സാരല്ല, നിൽക്കുമ്പോ വെളിവാകാൻ ഞാൻ മതിയെന്ന്. പിന്നെ നമ്മൾ എന്ത് മസാല അങ്ങോട്ട് ഓതി കൊടുക്കാനാ? ഉപായവും ന്യായം ഇങ്ങോട്ട് പറയണേ, പിന്നെ അങ്ങോട്ട് എന്ത് ഓതി കൊടുത്തിട്ട് എന്താ കാര്യം? സുജൂദിൽ വെളിവാകാൻ പറ്റുമോ? പറ്റൂല. സുജൂദിലും അത് മറക്കണ്ടേ? അപ്പൊ വേറെ ഒരു പെണ്ണിന് എന്താ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങള്? അത് ഇങ്ങനെ ഉടുക്കുന്നൊരു പാൻറ് ഉണ്ട്, അതിന്റെ പേര് എനിക്കറിയില്ല. ഒരു പാൻറ് പോലത്തെ ഒരു വസ്ത്രമല്ലേ, എന്താ അതിന് പറയാ? താഴോട്ടൊന്നും മേലോട്ട് പാൻറ്, പിന്നെ ഒരു സാധനം താഴോട്ടായിട്ട് ചുരിദാറാ? ചുരിദാർ. അതിട്ടിട്ടാണ് നിസ്കരിക്കാൻ പോയിട്ട്. അപ്പൊ ശരിക്കും അത് താഴെ ഞെരിയാണി വരെ ഉള്ളൂ ആ സാധനം ഈ ധരിച്ചത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് തൽക്കാലം ഒരു ഷോക്സ് ധരിച്ചിട്ടുണ്ട്. ഷോക്സ് ധരിച്ച് നിസ്കരിക്കുന്നുണ്ട്. ഷോക്സ് കൊണ്ട് മറ കിട്ടിയില്ലല്ലോ. ഷോക്സ് കൊണ്ട് മറ കിട്ടിയാലും മതി, കുഴപ്പമൊന്നുമില്ല, നല്ല മറയാണെങ്കിൽ. പക്ഷെ ഷോക്സ് ആ ഷൂവിന്റെ കൂടെ ധരിക്കുന്ന ഷോക്സാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ മുന്നില് കാലിന്റെ വിരലിന്റെ ഭാഗത്ത് മുഴുവനും കീറിയിട്ടുണ്ട്. കീറിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ആ കീറിയത് പറ്റും, അത് മുന്നിൽ ചെറിയൊരു കീറലല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മറക്കേണ്ട ഭാഗം നന്നായി മറക്കണം. തുണി ഉടുക്കുന്നവർ തുണി ശരിക്കും ഇങ്ങനെ നോക്കണം, എവിടെയെങ്കിലും ഓട്ടയുണ്ടോന്ന്. നിസ്കരിക്കാൻ വരുന്നോ നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമോന്ന് നോക്കുമെന്ന് കരുതിയിട്ടല്ല. അതിന് മഹാന്മാര് പഠിപ്പിച്ച ഷർത്തുണ്ട്, ആ ഷർത്ത് വെക്കണം. ഈ ചെറിയ ഓട്ടയെ കൂടെ ഇപ്പൊ എന്റെ ഔറത്തുമല്ലോ നോക്കി ആരെങ്കിലും കാണുമോ? അല്ല, ഇപ്പൊ അവിടെ നോക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. അത് നോക്കിയിട്ടല്ല, ഞാരും ഇല്ലാത്ത സ്ഥലത്താണ് നിസ്കരിക്കുന്നെങ്കിലും ഷർത്ത് പാലിക്കണം. നന്നായിട്ട് അയച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. തുണി ഉടുക്കുമ്പോ നോക്കണം, പഴക്കമുള്ള തുണിയൊക്കെ എടുക്കുമ്പോ നോക്കണം എവിടെയെങ്കിലും കീറിയിട്ടുണ്ടോ, ഓട്ടുണ്ടോ എന്നൊക്കെ. ഓട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഓട്ടയില്ലാത്ത നല്ല കട്ടിയുള്ള തുണി ഇട്ട് നിസ്കരിക്കണം. തുണി നല്ല നല്ല വൃത്തിയിൽ എടുക്കണം. നിസ്കരിക്കുന്ന വസ്ത്രം നല്ല ശുദ്ധിയുള്ള വസ്ത്രമാകണം, വൃത്തിയുള്ള വസ്ത്രമാകണം. സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി നിസ്കാരത്തിന് ഖുശൂ കൂടുതലായി കിട്ടുന്ന നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. കള്ളി മുണ്ടെടുത്ത് നിസ്കരിക്കുന്നത് കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കണം. വെള്ള വസ്ത്രം തന്നെ ധരിക്കലാണ് ഉത്തമം. നിസ്കരിക്കാൻ വെള്ളത്തുണി ഉടുക്കലാണ് ഏറ്റവും നല്ലത്. അതേ നിസ്കാരത്തിന്റെ മുന്നിൽ വിരിക്കുന്ന മുസല്ലയും ചിത്ര മുസല്ല ആകാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം. പള്ളിയിലുള്ള കാർപ്പറ്റ് ഇനി മാറ്റുമ്പോ കാർപ്പറ്റിൽ ചിത്രമില്ലാത്ത നല്ല കാർപ്പറ്റ് കമ്മിറ്റിക്കാര് വാങ്ങണം. പഴയ കാർപ്പറ്റ് മേലേക്ക് ഇട്ടുകൊണ്ട് താഴെ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത നല്ല മുസല്ല വിരിക്കണം. അത് നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളതാണ്. ചില ആൾക്കാർ പറയും, ഉസ്താദേ കാബന്റെ ഫോട്ടോ കാണുമ്പോ എനിക്ക് ഖുശൂ കൂടി വരും, മദീനന്റെ ഫോട്ടോ കാണുമ്പോ ഖുശൂ കൂടി വരും. ചുമരിന്റെ ഭാഗത്ത് ചിത്രങ്ങളുള്ളൊരു വിരിവിരിച്ചിട്ട് നിസ്കാരത്തിന് ഇത് ശല്യമാകുന്നുണ്ട്. ആയിഷ, ഇത് എടുത്തു മാറ്റണമെന്ന് നിർദ്ദേശിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തങ്ങളെക്കാളും വലിയ ഖുശൂആണോ നിനക്ക്? ചിത്രങ്ങളൊന്നും ഇല്ലാത്ത നല്ല മുസല്ല നോക്കി വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ മുസല്ലയിലാണ് നിസ്കരിക്കേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ ഇമാമിന് വിരിച്ച മുസല്ല, നേരെ മുഅദ്ദിൻ ഉസ്താദിനും വിരിച്ച മുസല്ല കണ്ടില്ലേ? ചിത്രങ്ങളൊന്നും ഇല്ലാത്തത്. അത് മുഴുവനായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. വീട്ടിൽ നിസ്കരിക്കുന്ന മുസല്ലയും അങ്ങനത്തെ മുസല്ലയാക്കി മാറ്റണം. നല്ല മുസല്ലയിൽ നിസ്കരിക്കണം, നല്ല രൂപത്തിൽ നല്ല ഭാവത്തിൽ നിസ്കരിക്കണം, ഖിബില ശരിയാക്കി രൂപത്തിൽ നിസ്കരിക്കണം. നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ കെട്ടിയ കൈ കെട്ടിയ ഭാഗത്ത് തന്നെ വെക്കണം.
അതേ നോട്ടം സുജൂദിലേക്ക് കൃത്യമാകണം. വലത്തോട്ടും ഇടത്തോട്ടും ചിന്ത പോകാത്ത രൂപത്തിൽ കൃത്യമായും സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കണം. ഒരൊറ്റ സന്ദർഭത്തിലല്ലാത്ത സന്ദർഭത്തിൽ മുഴുവനും സുജൂദിന്റെ മഹല്ലിലേക്ക് തന്നെ നോക്കണം. സുജൂദ് ചെയ്യുന്ന സമയത്ത് പോലും നീ കണ്ണ് തുറക്കണം, കണ്ണ് ചിമ്മരുത്, കണ്ണ് തുറക്കണം. എന്നാലേ കണ്ണിന്റെ സുജൂദാകൂ. നിന്റെ രണ്ട് കണ്ണുകളും സുജൂദ് ചെയ്യണ്ടേ? അവയവങ്ങളൊക്കെ റബ്ബിന് സുജൂദ് ചെയ്യുമ്പോ കണ്ണിനും സുജൂദ് വേണം. അതിന് കണ്ണ് തുറക്കണം, കണ്ണ് പൂട്ടരുത്. അതേ സമയത്ത് സഹോദരങ്ങളെ, മുന്നിൽ ചിത്രങ്ങളുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ വല്ല ചിന്തയും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെങ്കിൽ കണ്ണ് ചിമ്മിക്കൊണ്ട് നിസ്കരിക്കുന്നതിന് തകരാറൊന്നുമില്ല. അങ്ങനെ നിസ്കാരത്തിന് സൗകര്യം കിട്ടിയത് എങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനേക്കാളും സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കിയിട്ട്, സുജൂദ് ചെയ്യുന്ന സ്ഥലം വലിയ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് അങ്ങനെ തന്നെ നോക്കിയിട്ട് ആ മഹല്ലിലേക്ക് തന്നെ നോക്കണം. കൈ ഉയർത്തിയിട്ട്, കൈവിരൽ ഉയർത്തിയിട്ട് അത് താഴ്ത്തുന്ന ഘട്ടം വരെ. എപ്പോഴാണത് താഴ്ത്തേണ്ടത്? ഒന്നിങ്ങനെ ഉയർത്തിയിട്ട് ഉടനെ താഴ്ത്താമോ? ഇല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് പഠിപ്പിച്ചില്ലേ, കൈവിരൽ ഉയർത്തലും അതിന്റെ നോട്ടവും ലാസ്റ്റ് സമയം വരെ നിലനിർത്തേണ്ടതുണ്ട്. ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ മാത്രം നോക്കിയാൽ പോരാ, അവസാന സമയം വരെ ആ വിരലിലേക്ക് തന്നെ നോക്കണം. ഉയർത്തുന്നതിന്റെ മുമ്പോ സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കണം, ഉയർത്തിയ ശേഷമോ കൈവിരലിലേക്ക് നോക്കണം. അത് ലാസ്റ്റ് സമയം വരെ അങ്ങനെ തന്നെ വേണം. മുന്നിൽ നിസ്കരിക്കുന്ന ഒരാളെ നിസ്കാരത്തിലേക്കല്ല നിന്റെ നോട്ടം ഉണ്ടാകേണ്ടത്. മുന്നിൽ ചെയ്യുന്ന ഒരാളെ പ്രവർത്തനം നോക്കിയല്ല നിൽക്കേണ്ടത്. മുകളിലേക്കും സൈഡിലേക്കും മറ്റുമൊന്നും നോക്കിയല്ല നിൽക്കേണ്ടത്. തലയൊന്ന് ഉയർത്തിയിട്ട് നിസ്കാരത്തിൽ മേൽപോട്ട് നോക്കിയപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വളരെ കർശനമായി പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ്സമാ. എന്താണ് ചില ആളുകളുടെ അവസ്ഥ? അവരുടെ കണ്ണുകൾ നിസ്കാരത്തിൽ മേൽപോട്ട് അവർ ഉയർത്തുന്നു. ലയന്തഹുന്ന അൻ ദാലിക, ആ പണി അവർ നിർത്തിക്കോളണം. ഔ ലതുഖ്തഫുന്ന അബ്സാറുഹും, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ പിഴുതെടുക്കപ്പെടണം, അവരുടെ കണ്ണുകൾ റാഞ്ചിയെടുക്കപ്പെട്ടു പോകണം എന്ന രൂപത്തിൽ കർശനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിൽ നോട്ടം കൃത്യമാകണം. വെക്കുന്ന ഓരോ ഭാഗത്തുമുള്ള വിഷയങ്ങൾ എവിടെയാണോ കൈവെക്കേണ്ടത്, കാൽ വെക്കേണ്ടത്, അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തണം. അത് കൈയിന്റെ അവയവങ്ങളുടെ ഖുശൂ ആണ്, ഭക്തിയാണ്. അത് അതേ രൂപത്തിൽ തന്നെ നിലനിർത്തണം. അങ്ങനെ തന്നെ റുക്കൂയിലും സുജൂദിലും അത്തഹിയാത്തിലും ഓരോ ഭാഗത്തും അവയവങ്ങൾ വെക്കേണ്ടടുത്ത് ക്രമീകരിച്ചു വെക്കണം. സഹോദരങ്ങളെ, അങ്ങനെ ഖുശൂഓടുകൂടെ ഇഖ്ലാസോടുകൂടെയുള്ള നിസ്കാരം, അതാണ് റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം. ഫസല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം. നിസ്കാരം റബ്ബിന് വേണ്ടിയുള്ളതാകണം. കഴിവിന്റെ പരമാവധി ആ നിസ്കാരം അങ്ങനെയാകാൻ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതിന്റെ പുറമേ തുമഇനീനത്താണ്. അതേ, ഒതുക്കം സ്വീകരിക്കണം, അച്ചടക്കം സ്വീകരിക്കണം, നല്ല ശാന്തതയോടെ നിസ്കരിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വരുന്നൊരു സ്വഹാബിയെ രണ്ടാമതും വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, നീ പോയി നിസ്കരിക്കണം. നേരത്തെ നിസ്കരിച്ച നിസ്കാരമായിട്ടില്ല. രണ്ടാമത് നിസ്കരിച്ചു വന്നപ്പോ പിന്നെയും മടക്കി വിട്ടു. ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി നിസ്കരിക്ക്. നിസ്കരിച്ച നിസ്കാരമായിട്ടില്ല. മൂന്നാമത്തെ തവണയോ നാലാമത്തെ തവണയോ മടക്കി വിടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ നിസ്കരിക്കാനേ അറിയുള്ളൂ. ഇനി 10 തവണ തങ്ങൾ നിസ്കരിപ്പിച്ചാലും ഈ നിസ്കാരം എനിക്ക് അറിയുള്ളൂ. അപ്പൊ തങ്ങൾ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ പറഞ്ഞു കൊടുത്തു. കാര്യമായിട്ടും തങ്ങൾ 4 സ്ഥലങ്ങൾ ഊന്നി പറഞ്ഞു. നമ്മുടെ നിസ്കാരത്തിലും അത് ശ്രദ്ധിക്കണം. ചില ആൾക്കാരൊക്കെ ചില കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടാല് അവരത് ചെയ്തോന്ന് ചോദിച്ചാ കണ്ട മാത്രയിൽ ചെയ്തു എന്നും പറയാ, സംഗതി റെഡി ആത്തോണ്ട് ചെയ്തിട്ടില്ല എന്നും പറയാം.
നീ കൈകെട്ടി ഫാത്തിഹ ഓതി, പിന്നെ നിനക്ക് കിട്ടുന്ന ഖുർആനിൽ നിന്ന് എളുപ്പമാകുന്നത് ഓതിയതിന്റെ ശേഷം നീ റുക്കൂഅ് ചെയ്യണം. റുക്കൂഅ് ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത് തങ്ങൾ പറഞ്ഞു, ഹത്താ തത്മഇന്ന ഫീഹി റാക്കിഅൻ, റുക്കൂഇൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി താമസിക്കണം. അതിനാണ് ഒരു 3 സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലണം എന്ന് പറഞ്ഞത്. ഇതൊരൊറ്റ സുബ്ഹാന റബ്ബിയൽ അളീം എന്നുകൂടി ചൊല്ലാൻ നേരല്ല. തല അങ്ങോട്ട് കൊണ്ടുപോയോ എന്ന് വെച്ചാൽ കൊണ്ടുപോയി, ഉയർത്തിയോ എന്ന് വെച്ചാൽ ഉയർത്തി. ഒരു ആക്ഷനാണ്. ചില ആളുകൾക്കൊക്കെ ഒരു എക്സസൈസ് ആണ് നിസ്കാരം. നിസ്കാരം ഒരു ഇബാദത്താണ്. അതിന്റെ കൂടെ പലതും കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ അതിന്റെ മുഖ്യമായ സംഗതി ഇബാദത്താണ്. റുക്കൂഇൽ തുമഇനീനത്ത് വേണം. റുക്കൂഅ് കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, പിന്നെ നീ തലപൊക്കി നിൽക്കണം. തല ഉയർത്തിയിട്ട് അവിടെയും ഹത്താ തത്മഇന്ന ഫീഹി ഖായിമാ, ആ നൃത്തത്തിലും നേരെ ചൊവ്വേ അടങ്ങി താമസിക്കണം. അവിടെയും ചൊല്ലേണ്ട ദിക്ർ പൂർണ്ണമായി ചൊല്ലണം. പിന്നെ നീ സുജൂദ് ചെയ്യണം. സുജൂദിലും അടങ്ങി താമസിക്കണം. അവിടെയും 3 തസ്ബീഹുണ്ട്. സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ നീ ഒരു ഇരുത്തം ഇരിക്കണം. സഹോദരങ്ങളെ, ഈ ഇരുത്തൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാരെ കണ്ടങ്ങൾ സുജൂദിൽ ലക്ഷ്യ സുബ്ഹാന റബ്ബിയൽ അളീം ചൊല്ലും, അലാ വബിഹംദി എന്ന് ചൊല്ലും, എന്നിട്ട് ഒരു തസ്ബീഹെങ്കിലും ചൊല്ലും. ഈ വന്ന ഇരുത്തത്തിലേക്കൊന്നിങ്ങനെ ഒന്ന് ഇരുന്ന് റെഡിയാകാനായിട്ടുണ്ടാകില്ല, അപ്പോഴേക്ക് പോയി, അപ്പോഴേക്ക് താഴോട്ട് പോയി. ചില ആൾക്കാർ അങ്ങനെ പോയി ശീലിച്ചത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ? അവർ സുജൂദിൽ നിന്ന് എണീറ്റ ഉടനെയാണ് ഇമാം അങ്ങോട്ട് പോയതെങ്കിൽ, ഇമാം കുറച്ചുകൂടി മുമ്പ് എണീറ്റിട്ടുണ്ട്, അങ്ങോട്ട് പോയതെങ്കിൽ അവർ എണീക്കാൻ ഒതുക്കല്ല, അപ്പോത്തിന് അങ്ങോട്ട് പോയി, അപ്പോഴേക്ക് പോയി. അപ്പൊ ഈ ഇടയിലെ ഇരുത്തത്തിലെ തുമഇനീനത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. തുമഇനീനത്ത് ഈ പറയുന്ന ഫർളുകളിലൊക്കെ ഫർളാണ്, നിർബന്ധാണ്. അതില്ലെങ്കിൽ അതൊന്നും ഫർളായി പരിഗണിക്കൂല. 4 സ്ഥലം, 5ാമത്തെ സ്ഥലം രണ്ടാമതും നീ സുജൂദ് ചെയ്യണം. സുജൂദിൽ അടങ്ങി ഒതുങ്ങി താമസിക്കണം. ഈ സംഗതികൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ സ്വഹാബിയോട് നീ നിസ്കരിച്ച നിസ്കാരമായിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോ ഒരാളോട് പറഞ്ഞാൽ കേൾക്കൂല. ഒന്ന് മൊബൈൽ ഇങ്ങനെ പകർത്തിയാൽ മതി ആളെ നിസ്കാരം, എന്നിട്ട് കാണിച്ചു കൊടുത്താൽ മതി, ഇതാ നോക്ക് നിന്റെ സുജൂദ്, നിന്റെ റുക്കൂഅ്, നിന്റെ ഇത്തിദാല്. അല്ലാതെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കൂലല്ലോ. ഞാൻ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് തോന്നിയാന്ന് പറയും. അങ്ങനെയല്ലേ പറയാം. സഹോദരങ്ങളെ, നിസ്കാരം റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരമാകണം. മുനാഫിഖുകളുടെ നിസ്കാരം പോലെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരമാകരുത്. റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരമാണ് ശുക്ർ എന്ന് പറയുന്നത്. ഒരു 4 റക്അത്ത് ഇങ്ങനെ കുത്തിമറിയാനാകരുത്, അല്ലേ? ആളുകളെ നിസ്കാരത്തിന്റെ ഭക്തി മനസ്സിലാകാൻ എപ്പോഴാണെന്നറിയോ? തറാവീഹ് വരുമ്പോഴാണ്. അപ്പോഴാ മനസ്സിലാക്കാം. തറാവീഹ് വരുമ്പോഴാണ്. തറാവീഹ് വരുമ്പോ 1 നോമ്പ് 2 നോമ്പ് കഴിഞ്ഞാൽ ഒരു അന്വേഷണം. അല്ല, നമ്മളെ മറ്റേ പള്ളിയിൽ എപ്പോഴാ തറാവീഹ് തരുന്നത്? മറ്റേ പള്ളിയിലോ 8:30 തറാവീഹ് തുടങ്ങി 9:20 തീരും. സുബ്ഹാന മഞ്ചല്ല, 9:20 തീരുമോ? നാളെ മുതൽ റമളാൻ 30 വരെ ഞാൻ അവിടെ. എന്നിട്ട് ഇവനെന്താ പണി? 9:20 കഴിഞ്ഞിട്ട് പിന്നെന്താ പണി? 11 റക്അത്ത് വിത്രിസ്കരിക്കാനാ? നിസ്കാരത്തിന് നല്ല ഭക്തിപൂർവ്വം നിസ്കരിക്കണം. സമയം 2 മിനിറ്റ് കൂടുതൽ എടുത്താലും നിസ്കാരം സാവകാശം നിർവഹിക്കേണ്ട ഒരു അമലാണ്. അതിന്റെ ഷർത്തുകൾ മുഴുവനായും അതിലൊക്കണം, ഫർളുകൾ മുഴുവനും ഒക്കണം, സുന്നത്തുകളൊക്കെ ഒക്കണം. നല്ല നശാത്തോടുകൂടെ ഭക്തിയോടെ നിസ്കരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിന്റെ റുക്കൂഇൽ തന്നെ 5 ജുസ് ഒരുമിച്ചൊരു റക്അത്തിൽ തങ്ങൾ ഓതിയിട്ടില്ലേ സഹോദരങ്ങളെ? സൂറത്തുൽ ബഖറ ഓതി, ആലു ഇമ്രാൻ സൂറത്ത് ഓതി, സൂറത്തുൻ നിസാഉം ഓതി. മൊത്തം കൂട്ടി നോക്കൂ, 5 ജുസും ചില്ലറയുമുണ്ട്. ഇതൊക്കെ ഒറ്റ റക്അത്തിലാണ് തങ്ങൾ നിസ്കോതുന്നത്. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിൽ ഇത്രയും അധികം നേരം കളഞ്ഞ് നിസ്കരിച്ച ഒരു അമല്, ഇതുപോലെ നേരം ചെലവഴിച്ച് നിസ്കരിച്ചൊരു നിസ്കാരം വേറെ നമുക്ക് കാണാൻ കഴിയില്ല. ചന്ദ്രഗ്രഹണ നിസ്കാരവും സൂര്യഗ്രഹണ നിസ്കാരവും ഒക്കെ മദീന പള്ളിയിൽ നടന്നപ്പോ അതിന് 4 മണിക്കൂർ, 3 മണിക്കൂർ, 5 മണിക്കൂറൊക്കെ സമയം പിടിച്ചതുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളാണ്, ഫർള് നിസ്കാരങ്ങളല്ല. അതേ സമയത്ത് മദീന പള്ളിയിൽ ഫർള് നിസ്കരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു സഹാബത്തിനോട്, നിങ്ങൾ
നിങ്ങളെ റുക്കൂ നന്നാക്കണം കേട്ടോ, നിങ്ങളെ സുജൂദ് നന്നാക്കണം കേട്ടോ. ഇന്നീല അറാക്കും മിൻ വറാഇ ളഹ്രി, എന്റെ പിറകിലൂടെ നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. മുന്നിലേക്കാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും എന്റെ പിറകിലൂടെ നിങ്ങളെ റുക്കൂ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളെ സുജൂദ് ഞാൻ കാണുന്നുണ്ട്. സുജൂദും റുക്കൂവും പൂർത്തിയാക്കാത്ത നിസ്കാരമാകരുത്. മറ്റൊരു ദിവസം തങ്ങൾ പറഞ്ഞു, ഇന്നീല അറാ ഖുശൂഅ ഖുലൂബിക്കും, നിങ്ങളെ ഖൽബിന്റെ ഭക്തി ഞാൻ കാണുന്നുണ്ട്. നല്ല ഭക്തിയോടെ നിസ്കരിക്കണം, നല്ല ചിന്തയോടെ നിസ്കരിക്കണം. സുന്നത്തുകളൊക്കെ പാലിച്ചുള്ള നിസ്കാരമാകണം നമ്മുടെ നിസ്കാരം. സഹോദരങ്ങളെ, ഫർള് നിസ്കാരങ്ങളുടെ എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും ആദ്യത്തെ 2 റക്അത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഇമാമ് സൂറത്ത് ഓതുമല്ലോ, മഅ്മൂമിന് സൂറത്ത് ഓതലപ്പ സുന്നത്തില്ല. അതേ സമയത്ത് ഒറ്റക്ക് നിസ്കരിക്കുന്നതാണോ ളുഹ്റ്, ഫാത്തിഹ ഓതിയിട്ട് റുക്കൂയിൽ പോകരുത്. ഒരു ചെറിയ സൂറത്ത് നിനക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സൂറത്ത്, അത് സൂറത്തുൽ കൗസർ ആണെങ്കിലും ശരി, ഒന്ന് ഓതിയേക്കണം. 2ാമത്തെ റക്അത്തിലും അതുപോലെ ഒരു സൂറത്ത് ഓതിയേക്കണം. അസ്റിനും അങ്ങനെ തന്നെ ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതണം. മഗ്രിബിലും അങ്ങനെ തന്നെ, ഇശായിലും അങ്ങനെ തന്നെ, സുബഹിക്കും അങ്ങനെ തന്നെ. വീട്ടിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് മഗ്രിബിലും ഇശായിലും സുബഹിയിലും ആദ്യത്തെ 2 റക്അത്തുകൾ ഉറക്കയോതി നിസ്കരിക്കണം. അതാണ് സുന്നത്ത്. ഉറക്കയോതി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും പതുക്കയോതുന്നത് കറാഹത്താണ്. ഉറക്കയോതി നിസ്കരിക്കേണ്ട ആദ്യത്തെ 2 റക്അത്ത് മഗ്രിബ്, ഇശാ ജമാഅത്തിലായിട്ടല്ല, ഒറ്റക്ക് നിസ്കരിക്കുമ്പോ തന്നെ സുബ്ഹി അത് ഉറക്കയോതി നിസ്കരിക്കണം. അതാണ് അതിന്റെ സുന്നത്ത്. പുരുഷന്മാരാകുമ്പോ കുറച്ച് ഉറക്കെ ഓതാം, പെണ്ണുങ്ങളാകുമ്പോ അത്ര ഉറക്കെ ഓതാൻ പാടില്ല, എന്നാലും ചെറിയൊരു ശബ്ദം കൂട്ടിയിട്ട് ഓതണം. ആ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കണം. ഞാൻ അതിന്റെ മുഴുവനായും വിഷയം പറയില്ല. റബ്ബിക്ക എന്ന വിഷയം പറഞ്ഞപ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹു പ്രത്യേകം ഈ പോയിന്റ് എടുത്തു പറഞ്ഞു. റബ്ബിക്ക, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞത് സാധാരണ രൂപത്തിലുള്ള അമലായി കാണരുത്. ബലിദാനം നിർവഹിക്കേണ്ടതും റബ്ബിന് വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസിന്റെ മാർഗത്തിലാകണം രണ്ടും നിർവഹിക്കേണ്ടത്. ബലികർമ്മം നിർവഹിക്കുക സാമ്പത്തിക രംഗത്തുള്ള ഒരു സമർപ്പണമാണ് സഹോദരങ്ങളെ. ഉളുഹിയത്ത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിർവഹിക്കണം. കഴിയുന്ന ആളുകളൊക്കെ അങ്ങനെ ഉളുഹിയത്ത് മാത്രമാക്കണ്ട, മറ്റു ബലിദാനങ്ങളും നിർവഹിക്കാം. അതേ സമയത്ത് ഫസല്ലി റബ്ബിക വൻഹർ എന്നതിന് വേറെയും ചില തഫ്സീറുകളൊക്കെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഫസല്ലി റബ്ബിക, റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം. ആ നിസ്കാരത്തിൽ വൻഹർ, നീ പ്രത്യേകം നിന്റെ കൈവെക്കുന്ന ഭാഗം നല്ലോണം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നീ കൈവെക്കേണ്ടത്? നെഞ്ചിനോട് ചേർന്ന ഭാഗത്ത് നീ നിന്റെ കൈവെക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ അങ്ങനെയല്ലേ വന്നത്. വൻഹർ എന്ന വാക്കിന് മഹാനവർകൾ അങ്ങനെയാണ് നിർദ്ദേശിച്ചത്. നിസ്കാരം നീ നിർവഹിക്കുമ്പോ കൈവെക്കുന്നത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. നെഞ്ചിന്റെ മേൽഭാഗത്തല്ല. അല എന്ന ഒരു ലഫ്ള് കാണുമ്പോഴേക്ക് എല്ലായിടത്തും മേലെ മേലെ എന്ന് അർത്ഥം വെക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഡിക്ഷണറി നോക്കിയാൽ അങ്ങനെയൊക്കെ അർത്ഥം വെക്കേണ്ടി വരും. അതേ സമയത്ത് അല എന്നതിന് തന്നെ ഭാഗത്ത് എന്നും അടുത്ത് എന്നും അതേ ഓരത്ത് എന്നും ഒക്കെ അലക്ക് അർത്ഥമുണ്ട്. ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, ഇദ്ഹും അലൈഹാ ഖുഊദ്, അവരാ തീന്റെ പരിസരത്ത് ഇരിക്കുന്നവരായിരുന്നു അല്ലാഹു പറഞ്ഞത്. അലൈഹ എന്ന് പറഞ്ഞ തീന്റെ മേലെ ഇരിക്കുക എന്നല്ല, തീന്റെ പരിസരത്ത് അവർ ഇരിക്കുകയായിരുന്നു, അതിന്റെ ഒരു ഭാഗത്തിരിക്കുകയായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അലസ്വദിരി, നെഞ്ചിന്റെ മേലെ കൈവെക്കുക എന്നല്ല, നെഞ്ചിന്റെ തായ് ഭാഗത്തായി നെഞ്ചിന്റെ ഒരു ഭാഗത്ത് കൈവെക്കണം. അതെങ്ങനെ വെക്കണമെന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് നെഞ്ചിന്റെ തായ് ഭാഗത്ത് കൈവെക്കുന്ന രൂപം പഠിപ്പിച്ചു തന്നു. ഒന്നുകിൽ നിന്റെ കൈവെക്കുമ്പോ വലത്തെ കൈ ഇടത്തെ കൈയിന്റെ കഫിന്റെ തായ് ഭാഗത്തായി നിൽക്കുന്ന 2 എല്ലുണ്ടല്ലോ, കഫിന്റെ കണുപ്പിന്റെ ഭാഗത്തുള്ള എല്ല്, ഒരു മേൽഭാഗത്തുള്ളത് തള്ളവിരൽ കൊണ്ടും അതേ അടിഭാഗത്തുള്ളത് ചെറുവിരൽ കൊണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് 3 വിരലുകൾ ഇങ്ങനെ നേർക്ക് വെക്കുന്ന രൂപം. അല്ലെങ്കിലോ മേൽഭാഗത്ത് തള്ളവിരൽ കൊണ്ട് ബാക്കിയുള്ള 4 വിരലുകളും തായോട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന രൂപം. ഈ രൂപത്തിലാണ് കൈപിടിക്കുക.
പിടിക്കേണ്ടത്. അങ്ങനെ പിടിച്ചുകൊണ്ട് കൈകെട്ടിക്കൊണ്ടൊരു നിസ്കാരം നിസ്കരിക്കണം. ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ റബ്ബിന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കണം. പ്രാർത്ഥന നിർവഹിക്കുമ്പോ വൻഹർ, നിന്റെ കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് നീ ഉയർത്തിയിട്ട് ദുആ ചെയ്യണം. അങ്ങനെയാണ് അവിടെ വൻഹർ എന്നതിന് തഫ്സീർ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥന എന്ന് അർത്ഥം വെച്ചിട്ടുണ്ട് സ്വല്ലി എന്നതിന്. റബ്ബിലേക്ക് നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോ കൈ ഉയർത്തണം. അത് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പൊക്കിയിട്ട് ഉയർത്തണം. തായ് ഭാഗത്തല്ല കൈവെക്കേണ്ടത്, നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഉയർത്തിപ്പിടിക്കണം. അങ്ങനെ റബ്ബിലേക്ക് നീ ദുആ ചെയ്യണം. ഈ നിസ്കാരവും ഈ സമർപ്പണവും, ശരീരത്തിന്റെ സമർപ്പണമാകുന്ന നിസ്കാരവും സമ്പത്തിന്റെ സമർപ്പണമാകുന്ന ബലിദാനവും നിർവഹിക്കണം. ഉപ്പമാരോട് ഉമ്മമാരോട് കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിദാനം നിർവഹിച്ചത് ഉളുഹിയത്തിന് മാത്രമല്ല, ഹജ്ജിനും ഉംറക്കും ഇഹ്റാം ചെയ്തിട്ട് അതിൽ നിന്ന് തഹല്ലുലാകാൻ വേണ്ടി മാത്രമല്ല, മരിച്ചവരുടെ പേരിലും തങ്ങൾ ബലിദാനം നടത്തിയിട്ടുണ്ട്. ബലിദാനം നിർവഹിക്കണം. നമ്മളെ നാട്ടിലൊക്കെ ഇവിടൊക്കെ അഖീഖ അറക്കാറില്ലേ? അല്ലേ? അഖീഖ അറക്കണം. എല്ലാവരും കുട്ടികൾക്ക് അഖീഖ അറക്കണം. പ്രായപൂർത്തി എത്തുന്നത് വരെ ബാപ്പക്ക് അതുപോലുള്ള രക്ഷിതാക്കൾക്ക് അതിന്റെ ചുമതലയുണ്ടാകും. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പെരടിയുന്നത് മാറും. അഖീഖ അറക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോത്തിനെ തന്നെ കൊണ്ടുവരണമെന്നില്ല. പോത്തും മൂരിയും ഒന്നല്ല അഫ്ദൽ ആടല്ലേ. പിന്നെ എന്തിനാ പോത്തിനെ തന്നെ തൊഴിച്ചുണ്ടെന്ന്? ഒരു വീട്ടിൽ ഒരാൾ പോത്തിനിറത്താൻ മറ്റേ പിന്നെ പോത്തിനിറക്കാൻ കഴിയില്ല. പിന്നെ അയാൾ പോത്തായി നടക്കേണ്ടി വരും. പോത്തിനിറക്കാൻ കയ്യിൽ കാശുണ്ടാവില്ല. പിന്നെ ആൾ ഇറക്കണ്ട, എല്ലാവർക്കും കൊടുക്കാനാവൂല എന്ന് പറയും. അറുത്തത് തന്നെ നിങ്ങൾ നോക്കി, ഇറച്ചിയല്ല വിതരണം ചെയ്യേണ്ടത്. ഇറച്ചിയാ വിതരണം ചെയ്യേണ്ടത്? വേവിച്ചാണ് കൊടുക്കേണ്ടത്. നല്ല ഒരു ആടിനെ അറുക്കുക, എന്നിട്ടത് വേവിച്ചിട്ട് കുടുംബക്കാരെയും അയൽക്കാരെയും ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഉത്തമം. ആരായി പച്ചറിച്ചി കൊടുക്കുന്ന സ്വഭാവം കൊണ്ടുവന്നത്? 2 കിലോ അങ്ങോട്ട്, 4 കിലോ ഇങ്ങോട്ട്, 2 കിലോ അങ്ങോട്ട്. അപ്പുറയിൽ 25 ആൾക്കാരുണ്ട്, 4 കിലോ അങ്ങോട്ട്. പച്ച ഇറച്ചി കൊടുക്കേണ്ട ഒരാളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. കാബിലത്ത് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പേറ്റിച്ചി എന്ന് പറയും. ഇവിടെ എന്താ പറയാ? ഇവിടുത്തെ പേര് വേറെ ആയിരിക്കും. പ്രസവം എടുക്കുന്ന പെണ്ണിന് നെയ്സിനല്ല, വേറെ പെണ്ണ്. സുബ്ഹാന ജല്ല ജലാലു. പ്രസവം എടുക്കുന്ന പെണ്ണില്ലേ, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ? അല്ലേ? ഇപ്പോഴും പ്രസവിക്കല്ലേ? നിങ്ങൾ എന്തൊരു അത്ഭുതത്തോട് നോക്കുന്നത്. പ്രസവം ശുശ്രൂഷ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടാവും പഴയ കാലത്തൊക്കെ. അഖീഖ അറുക്കുമ്പോ ആ അഖീഖയുടെ ഒരു ഭാഗം, ഒരു കുറകൊന്നായിട്ട് പച്ചയായിട്ട് ആ പെണ്ണിന് കൊടുക്കണം. അവർക്കേ പച്ച കൊടുക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ വേവിച്ചാ കൊടുക്കേണ്ടത്. ഇവിടെ എങ്ങനെ പച്ചറിച്ചാ കൊടുക്കല്? അതൊക്കെ മാറ്റണം. ഇനി തങ്ങൾ ബാപ്പ നേതൃത്വത്തിൽ ഇനി അഖീഖ അറുക്കുമ്പോൾ എല്ലാവരോടും പറയാം വേവിച്ചു കൊടുക്കാൻ. അഖീഖ അറുക്കണം. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണ് സുന്നത്ത്. അങ്ങനെയാണ്. ആടിനെയാണ് അറുക്കേണ്ടത്. ആടിനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള അഖീഖ തങ്ങൾ അറുത്തപ്പോൾ ആടിനല്ലേ അറുത്തത്? ആടിന്റെ മേലെ ഒട്ടകത്തെയാണ് അബ്ദുൽ മുത്തലിബ് അറുത്തത്. തങ്ങളെ അഖീഖ തങ്ങൾ തന്നെ അറുത്തിട്ടുണ്ട്. അഖീഖ ആവർത്തിക്കപ്പെടുന്ന സുന്നത്തല്ല. തങ്ങളുടെ ജന്മം അത് സന്തോഷിക്കേണ്ട ഒരു ജന്മമാണ് എന്ന് പഠിപ്പിക്കാനും കൂടിയാണ് തങ്ങളെ അഖീഖ തങ്ങൾ പിന്നെ അറുത്തത്. അല്ലെങ്കിൽ ഒരാൾ അഖീഖ ഒന്ന് അറുത്തിട്ട് പിന്നെ എന്തിനാ ആവർത്തിക്കേണ്ട ആവശ്യം? അഖീഖ ആവർത്തിക്കലുണ്ടോ? നിങ്ങൾ അഖീഖ കുപ്പാരത്തിൽ പിന്നെ നിങ്ങൾ അഖീഖ ഇറക്കലുണ്ടോ? ആ, പണിയായി. അപ്പൊ സഹോദരങ്ങളെ, മരിച്ചവരെ പേരിലും അങ്ങനെ ബലിദാനമുണ്ട്. മരിച്ചവരെ പേരിൽ ഇറച്ചി വാങ്ങിയിട്ട് ആണ്ട് നടത്തിയാൽ പോരാ. പിന്നെയോ നല്ലൊരു മൃഗത്തെ അറുത്തിട്ട് തന്നെ മാംസവിതരണം നടത്തണം. കണ്ടില്ലേ നിങ്ങൾ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ കാലം ജീവിച്ച സഹധർമ്മിണിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ വഫാത്തായ മഹദിയല്ലേ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മദ്ഹ് എല്ലാ
ദിവസവും എൻ്റെ അടുത്തേക്ക് വരുമ്പോ തങ്ങൾ പലപ്പോഴും ഖദീജ ബീവിയുടെ മദ്ഹ് പറയാറുണ്ട്. 25 കൊല്ലത്തെ ജീവിതത്തിന്റെ കഥകൾ പറയാറുണ്ട്. ഇടക്കിടക്ക് ആ മദ്ഹ് തങ്ങൾ പറയും. ചിലപ്പോഴൊക്കെ ആടിനെ അറുത്തിട്ട് അതിന് കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ ഭാഗം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക്, അതേ ഖദീജ ബീവിയുടെ പരിചയക്കാരായ മഹദികളിലേക്ക് കൊടുത്തയക്കാറുണ്ട്. ബാപ്പമാരുടെ ഉമ്മമാരുടെ ആണ്ട് നടത്തുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, അവിടെയും ഒരു ബലിദാനം സുന്നത്തായി കിടക്കുന്നുണ്ട്. ബലിദാനം സുന്നത്തായി ഉള്ള ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയൊക്കെ ബലിദാനം നിർവഹിക്കുന്നത് റബ്ബിന് വേണ്ടി തന്നെയാണ്. നേരത്തെ അത് പറഞ്ഞതുകൊണ്ട് പിന്നെയും ആവർത്തിച്ച് പറയേണ്ടതില്ലല്ലോ. ഫസല്ലി ലിറബ്ബിക വൻഹർ, നല്ല മൃഗത്തെ നോക്കിയിട്ട് ഉളുഹിയത്ത് അറുക്കണം. അതേ ഉളുഹിയത്ത് അറുക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മൃഗത്തെ നോക്കി, നല്ല തടിച്ചു കൊയ്ത്ത മൃഗത്തെ നോക്കിയിട്ട് ഒരാൾക്ക് ഒന്ന് തന്നെ ആകുന്ന രൂപത്തിൽ 7 ആള് പങ്കുചേരാൻ പറ്റുന്ന മൃഗത്തെ ഒരാൾ തന്നെ അയാളെ വകയായി വാങ്ങിയിട്ട് ഉളുഹിയത്ത് അറുക്കുന്നതാണ് നല്ലത്. ഈ ഉളുഹിയത്ത് അറുക്കുന്ന മൃഗങ്ങളൊക്കെ നല്ല രൂപത്തിൽ തടിച്ചു കൊയ്ത്തതിനെ നോക്കിയിട്ട് വാങ്ങണം. ഫഇന്നഹാ മതായാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മഹ്ശറിലേക്ക് പോകാനുള്ള വാഹനങ്ങളാണത്. ഓരോരുത്തരുടെയും ഖബറിന്റെ സമീപത്ത് അവര് ബലിദാനം നിർവഹിച്ച ഉളുഹിയത്തിന്റെ മൃഗങ്ങൾ വന്നു നിൽക്കും. അതിന് നല്ല മെച്ചപ്പെട്ട മൃഗങ്ങളെ നോക്കിയിട്ട് ഉളുഹിയത്ത് അറുക്കണം. നല്ല നിലവാരമുള്ള, നല്ല വിലയുള്ള, നല്ല മാംസമുള്ള മൃഗങ്ങളെ നോക്കിയിട്ട് ഉളുഹിയത്ത് അറുക്കണം. ബലിദാനം നിർവഹിക്കുന്നതും ഒരു ശ്രേഷ്ഠമായ അമലാണ്, സാമ്പത്തിക രംഗത്തുള്ള ഒരു സമർപ്പണമാണ്. രണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടം പോലെ സമ്പത്ത് സമർപ്പിച്ച് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, തങ്ങൾ വഫാത്തായി പോകുന്ന സമയത്ത് വരെ ഒരൊറ്റ പൈസയും ഡെപ്പോസിറ്റ് ഇല്ല. ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി തങ്ങളുടെ പടയെങ്കി പോലും ഒരു യഹൂദിയുടെ പക്കൽ പണയം വെച്ച രൂപത്തിലാണ് തങ്ങൾ വഫാത്താകുന്നത്. അത്ര പോലും ഇസ്ലാമിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ സാമ്പത്തിക രംഗത്ത് സമർപ്പണം നടത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും നമ്മളോടും അള്ളാഹു നൽകിയ നിർദ്ദേശമാണ്. പിന്നെ ആ ആയത്തിന്റെ, ആ സൂറത്തിന്റെ അവസാനിപ്പിക്കുന്നത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയേ, തങ്ങളെ പ്രകോപിപ്പിക്കുന്നവൻ, തങ്ങളോട് വിരോധം വെക്കുന്നവൻ, തങ്ങളോട് വെറുപ്പ് വെക്കുന്നവൻ, ഹുവൽ അബ്തറു, അവനാണ് ഗുണം മുറിഞ്ഞവൻ, അവനാണ് വാലറ്റവൻ. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമാകുന്ന നല്ലൊരു വാഗ്ദാനങ്ങളും നല്ലൊരു സന്തോഷവും നൽകിയ ശേഷം അവസാനം കണ്ടില്ലേ, തങ്ങളെ കുറവാക്കിയ മനുഷ്യന് മറുപടി കൊടുക്കുന്നു. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തങ്ങൾക്ക് മഹത്വമുള്ള സംഗതി മാത്രം പറഞ്ഞു നിർത്തിയില്ല, തങ്ങളെ എതിരാളിക്ക് ചുട്ട മറുപടി അതും യജമാനനായ റബ്ബ് നേർക്ക് നേരെ കൊടുക്കുകയാണ്. ഇന്ന ശാനിഅക ഹുവൽ അബ്തറു. അതിന്റെ ഒരു അവതരണ പശ്ചാത്തലം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. കൂട്ടത്തിൽ പറയാത്തൊരു വിഷയമുണ്ടത് പറയട്ടെ. ആ അബ്തർ എന്ന പ്രയോഗം ഈ പറയുന്ന ആസിബിന് വായിൽ എന്ന് പറയുന്ന മനുഷ്യൻ സ്വകാര്യമായിട്ട് ഒരാളെ കാതോരം പറഞ്ഞ വിഷയമാണ്. പക്ഷേ സ്വകാര്യം പറഞ്ഞത് മുത്ത് നബിതങ്ങളെ പറ്റി എതിർക്കുന്ന ഭാഷയായപ്പോ റബ്ബ് തആല അത് മറച്ചു വെച്ചില്ല. അതിന്റെ മറുപടി പരസ്യമായി കൊടുത്തു. മുത്തുനബിതങ്ങളോട് അള്ളാഹുവിനുള്ള മഹബത്താണ് അള്ളാഹു ഈ കാണിച്ചു തരുന്നത്. അവര് കാതോരം പറഞ്ഞ വിഷയമാണ് അള്ളാഹു പുറത്തെടുത്ത് വെളിവാക്കിയത്. ഇന്ന ശാനിഅക ഹുവൽ അബ്തറു. തങ്ങളോട് വിരോധം വെക്കുന്ന ആള്, തങ്ങളോട് എതിർപ്പ് വെക്കുന്ന ആള്, ഹുവൽ അബ്തറു, അവനാണ് നബിയെ ഗുണം മുറിഞ്ഞവൻ. അതേ സഹോദരങ്ങളെ, സ്വകാര്യം പറഞ്ഞത് അള്ളാഹു വെളിവാക്കിയപ്പോ അവർക്കെല്ലാവർക്കും വലിയ അതിശയം
വിഷയമായി. ഒരത്ഭുതം തന്നെയല്ലേ? കാതോരം പറഞ്ഞ വിഷയം മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മുന്നിൽ ഓതിക്കൊടുക്കുകയാണ്. അതേ, അവനാണ് ഗുണം മുറിഞ്ഞവൻ, അവനാണ് കുറ്റിയറ്റവൻ, അവനാണ് വാലുമുറിഞ്ഞവൻ. കൂട്ടത്തിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ ഈ വിഷയത്തെ സംബന്ധിച്ച്. അബ്തർ എന്ന് പറഞ്ഞവർ പലരും ഉണ്ട്. ആസുബിന് വായിലാണ് ഈ വാക്ക് ഏറ്റവും ആവർത്തിച്ച് പറഞ്ഞവൻ. അതുകൊണ്ടാണ് പല റിപ്പോർട്ടിലും അവനെ പറ്റിയാണ് ഈ ആയത്ത് ഇറങ്ങിയത്, ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ ഭാഷ നബിതങ്ങളെ പറ്റി അബൂലഹബ് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് അബൂലഹബിന്റെ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന് പറയുന്ന നീചനായ മനുഷ്യൻ, അവനും ഇതേ പ്രയോഗം മുത്തുനബിതങ്ങളെ പറ്റി നടത്തിയിട്ടുണ്ട്. അവന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, മൊത്തത്തിൽ സത്യനിഷേധികളായ ആളുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോ അള്ളാഹു മറുപടി കൊടുത്ത ശൈലി കണ്ടോ? തങ്ങൾ ഒരിക്കലും ഗുണം മുറിഞ്ഞ ആളല്ല. ഇന്നാ അഅ്തൈനാകൽ കൗസർ, മുറിയാത്ത അനുഗ്രഹങ്ങൾ, അതേ എണ്ണം കണക്കാക്കാൻ കഴിയാത്ത ധാരാളം സന്തോഷങ്ങൾ തങ്ങൾക്ക് തന്നു കഴിഞ്ഞു നബിയേ. തങ്ങളെ എതിർത്തവൻ, തങ്ങളെ ആരോപിച്ചവൻ, തങ്ങളെ കുറ്റം പറഞ്ഞവൻ, അവനാണ് ഗുണം മുറിഞ്ഞവൻ, അവനാണ് പരമ്പര മുറിഞ്ഞവൻ, അവനാണ് നാശമുള്ള ആള്. അവനെ സംബന്ധിച്ചല്ലേ അല്ലാഹു തആല ഈ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്തർ എന്ന് വിളിച്ച ആളുകളെ എണ്ണി പറഞ്ഞപ്പോ അബൂജഹലിനെയും പണ്ഡിതന്മാര് എണ്ണി പറയുന്നുണ്ട്. അബൂജഹൽ തന്റെ വീട്ടില് തന്റെ അനുയായികളെ വിളിച്ചിട്ട് നല്ലൊരു സൽക്കാരം സംഘടിപ്പിച്ചു. സൽക്കാരം സംഘടിപ്പിച്ചിട്ട് പിന്നവൻ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റു. നല്ല ഒരു സദ്യ ഉണ്ടാക്കിയിട്ട് പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇതേ ഭാഷ അവനും പ്രയോഗിച്ചു. പ്രയോഗിച്ചിട്ട് പിന്നെ ആവേശത്തോടെ അവൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേൽക്കൂ, എന്റെ നേതൃത്വത്തിൽ നമുക്കെല്ലാവർക്കും ഒന്ന് പോകാം. ആരിലേക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. തങ്ങൾ എവിടെയാണുള്ളത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം മക്കയിൽ താമസിക്കുന്നുണ്ട്. മക്കയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് വൗസാരിഹു, മുഹമ്മദിനോട് ഞാനൊന്ന് ഗുസ്തി കൂടിയിട്ട് ഒന്ന് തള്ളിയിട്ട് പരാജയപ്പെടുത്തും. ആ സദസ്സിൽ വെച്ച് നല്ല ഊക്കോടെ അബൂജഹൽ പറഞ്ഞതാണ്, ഇന്നൊന്ന് ഗുസ്തി പിടിച്ച് മല്ല് പിടിച്ചിട്ട് തള്ളിയിട്ട് വീഴ്ത്തിയിട്ട് നിങ്ങൾക്കൊക്കെ ചിരിക്കാനും സന്തോഷിക്കാനും കൂക്കി വിളിക്കാനും ഒരു അവസരം ഉണ്ടാക്കി തരാം, എല്ലാവരും എണീക്കിന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ച് ഈ പ്രസംഗത്തിലൊക്കെ ത്രില്ല് പിടിച്ച ആൾക്കാർ എണീറ്റു. അബൂജഹലാണെങ്കിൽ നല്ല ആരോഗ്യവാനുമാണ്, നല്ല തടിമാടനുമാണ്. പക്ഷെ എത്ര ആരോഗ്യവാന്മാർ വന്നാലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജയിക്കാൻ പറ്റുന്ന ഒരൊറ്റ ആരോഗ്യവാനും അറേബ്യയിൽ ജനിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് ഒരൊറ്റൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. മുമ്പത്ര അനുഭവങ്ങൾ അവിടെ ഉണ്ട് മക്കയിൽ. ഇതേപോലത്തെ എത്ര ആൾക്കാരുണ്ടായിരുന്നു. വെല്ലുവിളിച്ചിരുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഒരാളല്ലായിരുന്നു റുക്കാൻ ബിൻ യസീദ് എന്ന് പറയുന്ന മനുഷ്യൻ. റുക്കാനത്ത് ബിൻ യസീദ്, അവനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരൊറ്റ ആളുമില്ലെന്ന്. പക്ഷെ അവനെ തള്ളിയിട്ട് ആകെ ഒരാളുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒന്നിങ്ങനെ കൈവച്ചിട്ട് ഒന്നിങ്ങനെ തള്ളി വീഴ്ത്തിയപ്പോ റുക്കാന ചോദിച്ചു, ഞാൻ വീണോ? അവനെന്നെ ഒരു സംശയം, ഞാൻ വീണോന്ന്. കാരണം ഇത്ര പെട്ടെന്നല്ലേ വീഴ്ത്തിയത്. രണ്ടാമത്തെ ചാൻസ് കൂടി ആവർത്തിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ ചാൻസും ആകാം, നീ ഒരുങ്ങിക്കോ, ഞാൻ സാവകാശം തരാം. അവൻ എല്ലാ വിധത്തിലും ഒരുങ്ങി റെഡിയാക്കി മസിലൊക്കെ ഒന്ന് വീർപ്പിച്ച് ഉഷാറാക്കി കൊണ്ടുവന്ന് മുന്നിൽ വന്നു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും മോനെ മലർത്തിയിട്ടു, തള്ളിയിട്ടു. 2-3 തവണയൊക്കെ തള്ളിയിട്ടപ്പോഴും അവൻ പരാജയപ്പെട്ടോ എന്ന് സമ്മതിക്കാനൊരു പ്രയാസം. അങ്ങനെ ഉണ്ടാവുമല്ലോ. മുമ്പൊക്കെ ജയിച്ച ആൾക്കാർ ഒരിക്കൽ തോറ്റാൽ ഞാൻ തോറ്റോ എന്ന് അയാളെന്നെ ചോദിക്കൂലേ. തെരഞ്ഞെടുപ്പിൽ തോറ്റാലല്ലാതെ ഞാൻ തോറ്റോ, അയാൾക്കെന്നെ സംശയം, തോറ്റോന്ന് സമ്മതിക്കാണ്ട് കഴിയൂല. അതേപോലെ റുക്കാനയും ചോദിച്ചു, ഞാൻ തോറ്റോ, ഞാൻ തള്ളി വീണോ? അതെ, നീ തള്ളി 3 പ്രാവശ്യം നീ താഴോട്ട് വീണില്ലേ. പക്ഷെ ഇങ്ങനൊക്കെ വീഴ്ത്തിയിട്ടും ആ റുക്കാനക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതിക്കാനോ വിശ്വസിക്കാനോ റുക്കാനക്ക് കഴിഞ്ഞില്ല.
റുക്കാനന്റെ അതേ റൂട്ടിൽ വന്ന റുക്കാനൊക്കെ ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ നല്ല ആരോഗ്യവാനായിട്ട്, നല്ല ചെറുപ്പക്കാരനായി, നല്ല തുടിപ്പോടെ വന്നിട്ട് പലരും പറഞ്ഞു, നിന്റെ വാപ്പയെ ആകെ അവിടെ വീഴ്ത്തിയിട്ട് ഈ മക്കത്ത് വീഴ്ത്തിയ ഒരാളെ ഉള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ആരുമില്ല. അപ്പം മകൻ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിച്ചു, വാപ്പാനെ പോലെ എന്നെ വീഴ്ത്താൻ കഴിയുന്നു നോക്കണ്ട കേട്ടോ, അതിന് ഒരുക്കുണ്ടെങ്കിൽ നിങ്ങൾ വരീന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കമാണ്, പക്ഷെ വാപ്പയെ പോലെ സൗജന്യമായിട്ടുള്ള വിഷയത്തിൽ ഞാനില്ല. നീ തോൽക്കുകയാണെങ്കിൽ അതിന് പകരം ഇവിടെ ഒരു സംഗതി തരണം. അത് പന്തയല്ല, ഞാൻ പന്തയെന്ന് പേര് പറയണ്ട, തോൽവി സമ്മതിക്കാൻ വേണ്ടി ഒരു കണ്ടീഷൻ. ഒന്നാമത്തെ പ്രാവശ്യം നീ തോറ്റു, നീ താഴെ വീണു എങ്കിൽ ഒരു 100 ഒട്ടകം. രണ്ടാമത്തേലും നീ തോൽക്കുകയാണെങ്കിൽ 100 പോരാ 200. മൂന്നാമത്തേലും നീ തോൽക്കുകയാണെങ്കിൽ 100 പോരാ 200 പോരാ 300. അവൻ പറഞ്ഞു റെഡി, നല്ല പണക്കാരനാണ്, ആ റെഡിന്ന്. റുക്കാനയുടെ മകൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. ആളുകളൊക്കെ ചുറ്റുഭാഗത്ത് നോക്കി നിൽക്കല്ലേ. നല്ല തടിമാടനും നല്ല മല്ലനുമായ റുക്കാനയുടെ മകനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ ഒന്ന് തൊട്ടു, താഴെ വീണു. ഒന്നിങ്ങനെ തടവിയിട്ടേ ഉള്ളൂ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, താഴെ വീണു. 2 കാലും തെറ്റിപ്പോയി, നൃത്തം കിട്ടിയില്ല, താഴെ വീണു. താഴെ വീണപ്പോ വാപ്പ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, യാ മുഹമ്മദ്, ഒന്നുകൂടി ഒരൊറ്റ തവണ, ഒരു ചാൻസ് കൂടി. ശരി, കണ്ടീഷൻ നീ അംഗീകരിക്കൂല? അംഗീകരിക്കും. ഒന്നാമതിപ്പോ 100 ഒട്ടകം പോയി, രണ്ടാമതും മറിച്ചിട്ടു, രണ്ടാമതും തള്ളിയിട്ടു, മൂന്നാമതും ചാൻസ് ചോദിച്ചു, മൂന്നാമതും തള്ളിയിട്ടു. 3 പ്രാവശ്യം ഇങ്ങനെ തള്ളി താഴെ വീണപ്പോ എഴുന്നേറ്റ് നിന്നിട്ട് മകൻ പറഞ്ഞു, ഉറപ്പായിട്ടും എനിക്ക് മനസ്സിലായി, ഹഖൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തി ഉറപ്പിച്ചു പറയാം. എനിക്ക് ഉറപ്പായി. കാരണം ഒരുപാട് മല്ലന്മാരോട് ഞാൻ അവിടെ നോക്കിയിട്ട് ആരും ജയിക്കാൻ പറ്റിയ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പ്രായത്തിലും അള്ളാഹു തങ്ങൾക്ക് തന്നൊരു ഖുവത്ത്, ആരോഗ്യം, അത് ചില്ലറ ആരോഗ്യമല്ല, വല്ലാത്ത ആരോഗ്യം തന്നെ. ഇതേ രൂപത്തിൽ മല്ല് പിടിക്കാനാണ് അബൂജഹൽ ഈ സദ്യക്ക് വന്ന ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, ഖദീജ ബീവിന്റെ വീട്ടിലുണ്ട് തങ്ങള്, എവിടെ വരാൻ പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി, അതിന് കുഴപ്പമൊന്നുമില്ല, മൽപ്പിടുത്തം നടത്താനല്ലേ. പക്ഷെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് മൽപ്പിടുത്തം നടത്താനും ഞാനില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു വിരിപ്പ് അങ്ങോട്ട് കൊടുത്തു. ഈ വിരിപ്പിന്റെ ഉള്ളിലാകണം പരിപാടി, മറ്റേതിങ്ങനെ ഒരു കളം വരക്കാതെ എല്ലോട്ടും പോലെ ഒരു പ്രത്യേക കളം ഉണ്ടാകല്ലേ. കൈ പിടിക്കുന്നവർക്കും ഗുസ്തി പിടിക്കുന്നവർക്കും ഒരു പ്രത്യേക സ്റ്റേജ് ആണല്ലോ, അതിന്റെ ഉള്ളിൽ നിന്ന് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ സംഗതി പോയി. ഒരു വിരിപ്പ് അങ്ങോട്ട് വിരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൽപിടുത്തം നടത്താൻ വേണ്ടി അബൂജഹൽ മുന്നോട്ട് വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് വീഴ്ത്താതെങ്ങനെ നിന്നു കൊടുത്തു. അബൂജഹൽ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു തള്ളിയിടാൻ വേണ്ടി. എന്തൊരു ശ്രമാന്നറിയോ? അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകൾ നോക്കുന്നുണ്ട്. പിടിച്ച ഒരു കൈ ഒന്നങ്ങോട്ട് ചലിപ്പിക്കാൻ പോലും അബൂജഹലിന് കഴിയുന്നില്ല. എല്ലാത്തരം ശ്രമങ്ങളും നടത്തിയിട്ട് അബൂജഹൽ വിയർക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നാതെ ഒരു നൃത്തം കൊടുക്കുന്നു. എല്ലാവരും നല്ലോണം ഒന്ന് കാണട്ടെ എന്ന് കരുതി നബിതങ്ങളൊന്ന് സാവകാശം കൊടുക്കാണ്. വിയർക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒന്ന് കാണട്ടെ. കഴിവിന്റെ പരമാവധി ഇവൻ അധ്വാനിക്കട്ടെ. കഴിവിന്റെ പരമാവധി പിടിച്ച് അധ്വാനിച്ച് റെഡിയാക്കാൻ നോക്കി. പക്ഷേ കഴിയണ്ടേ, ഒരു നിലക്കും ഒന്ന് തെറ്റിക്കാൻ പോലും കഴിയുന്നില്ല. ഒരൊറ്റ തള്ളല് കൊടുത്തു. അബൂജഹൽ താഴെ വീണു. വബഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫൻ കൽ ജബലി. മല പോലെ അല്ലാഹുവിന്റെ ഹബീബ് ഉറച്ചു നിൽക്കുകയാണ്. നിന്നിടത്തുനിന്ന് കാലിന്റെ ഒരു പാദം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയിട്ട് പോലുമില്ല. രണ്ടാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യം വെച്ചവൻ വന്നപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊട്ട് കൊടുത്തു. നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഒരു കൊട്ട് കൊടുത്തപ്പോ മലർത്തിയടിച്ചവൻ വീണുപോയി. ഉറപ്പ് കിട്ടിയില്ല. മൂന്നാമതും വെല്ലുവിളിച്ച് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ ഇനി ഇടത്തെ കൈ കൊണ്ട് നോക്കാം.
ഇടത്തെ കൈ കൊണ്ട് നോക്കാന്ന് പറഞ്ഞപ്പോ അബൂജഹലിന് ഒരു പ്രതീക്ഷ. അങ്ങനെയാണല്ലോ, വലത്തെ കൈയിന്റെ ആ ബലം ഇടത്തെ കൈയിൽ ഉണ്ടാകൂല എന്ന് കരുതിയിട്ടല്ലേ വരുന്നത്. നല്ല ഊക്കിൽ വന്നു, ആ ഇടത്തെ കൈ ഉണ്ടോ നോട്ടം നോക്കാം. എന്ത് ഇടത്തെ കൈ കൊണ്ട് നോക്കിയിട്ട്? ഇടത്തെ കൈ കൊണ്ട് നോക്കാം. എന്തേ അങ്ങനെ പറയാൻ കാരണം? നിന്നെ തള്ളിയിടാൻ ഇടത്തെ കൈയും മതി. പിന്നെ ഇടത്തെ കൈ സാധാരണ ഉപയോഗിക്കുന്നതൊക്കെ മലിനമായ സംഗതികൾ വൃത്തിയാക്കാനല്ലേ. നീ ഒരു മലിനമായ അവസ്ഥയിലല്ലേ ഇപ്പൊ ജീവിക്കുന്നത്, നീ മുശിരിക്കല്ലേ. അതുകൊണ്ട് നിനക്ക് നല്ലത് ഇടത്തെ കൈയാണ്, വലത്തെ കൈയല്ല. ഇടത്തെ കൈ കൊണ്ട് പിടിച്ചു, അതേ രൂപത്തിൽ തന്നെ അനങ്ങാൻ കഴിയാതെ ലാസ്റ്റ് ഘട്ടത്തിൽ അവനെ തള്ളിയിട്ടു. ഇളുബ്യനായി അവന്റെ ആളുകളെയും കൊണ്ട് അവൻ അവിടുന്ന് പോയി. എന്നാലും തോറ്റു എന്ന് പറയാനോ സമ്മതിക്കാനോ അവൻ ധൈര്യപ്പെട്ടില്ല. സഹോദരങ്ങളെ, അവന്റെ ആളുകളെയും കൂട്ടി അവനങ്ങ് പോയി. ഇന്ന ശാനിഅക ഹുവൽ അബ്തറു, നബിയെ തങ്ങളെ ആരോപിക്കുന്നവൻ, തങ്ങളെ കുറ്റം പറയുന്ന ആള്, തങ്ങളോട് വിരോധം വെക്കുന്ന ആള്, തങ്ങളെ വെറുപ്പിക്കുന്ന ആള്, ഹുവൽ അബ്തറു, അവൻ ഗുണം മുറിഞ്ഞവനാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതെല്ലാം ഘട്ടങ്ങളിൽ കാഫിരീങ്ങളും മുനാഫിഖുകളും ചീത്ത പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ മറുപടി കൊടുത്തവൻ ആരാന്നറിയോ? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഒരു ടൈമും കാത്തു നിൽക്കാതെ, ഒരു സമയവും വൈകിപ്പിക്കാതെ ഉടനെ തന്നെ മറുപടി കൊടുത്തു. മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നു, ഫഇന്നൽ ഹബീബ ഇദാ സമിഅ മൻ യശ്തിമു ഹബീബഹു തവല്ലാ ബിനഫ്സിഹി ജവാബഹു. സാധാരണ സുഹൃത്തുക്കൾ തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ രണ്ട് സുഹൃത്തുക്കൾ യഥാർത്ഥ മഹബത്തിലാണോ, മറ്റൊരാളെ പറഞ്ഞാൽ മതി ഇയാള് മറുപടി പറയും, ഇയാളെ പറഞ്ഞാലോ മറ്റേയാള് മറുപടി പറയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ മഹബത്ത് എങ്ങനെയാണ്? തങ്ങളെ ആര് എവിടുന്ന് എപ്പോ എങ്ങനെ എതിർത്തോ അതിന്റെ ഊക്കിൽ അള്ളാഹു തആല മറുപടി കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. കണ്ടില്ലേ നിങ്ങൾ? കാഫിരീങ്ങൾ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഹൽ നദുല്ലുക്കും അലാ റജുലിൻ യുനബ്ബിഉക്കും ഇദാ മുസ്ഖതും കുല്ല മുമസ്സഖിൻ ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്. അതേ കാഫിരീങ്ങൾ കൂടെയുള്ള ആളുകളോട് ചോദിച്ചതാണ്, ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ, നിങ്ങളൊക്കെ മണ്ണിന്റെ അടിയിൽ കൊണ്ടുപോയി മറവ് ചെയ്തിട്ട് നിങ്ങളെ ശരീരം മണ്ണിലേക്ക് ചേർന്നിട്ട് ചിന്ന ഭിന്നമായി പോയാൽ പിന്നെയും ഒരു പുതിയ സൃഷ്ടിപ്പ് നൽകിയിട്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നൊരു മനുഷ്യനെ കാണിച്ചു തരട്ടെ. അഫ്തറ അലല്ലാഹി കദിബൻ അംബിഹി ജിന്നാ, അള്ളാഹുവിന്റെ മേൽ വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കി പറയുകയാണോ? അതല്ല, പറയുന്ന മനുഷ്യനിൽ വല്ല ബാധയുമുണ്ടോ, വല്ല ഭ്രാന്തും ബാധിച്ചിട്ടുണ്ടോ എന്നവർ സംശയം പറഞ്ഞപ്പോഴേക്ക് അള്ളാഹു മറുപടി കൊടുത്തു, അതൊന്നുമല്ല സംഗതി. ബലില്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഫിൽ അദാബി വല്ലലാലിൽ ബഈദ്. പരലോകം കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത ആളുകള്, അവർക്കിതൊന്നും ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. നബിയെ, തങ്ങളതിൽ വിഷമിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മക്കത്തെ വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന വലിയ പ്രഭാഷകനും സാഹിത്യകാരനും വലിയ പണക്കാരന്റെ മോനും വലിയ തറവാട്ടുകാരനും എന്നൊക്കെ പറയുന്ന ആള് അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് മജ്നൂൻ എന്ന് പറഞ്ഞപ്പോ 3 വാക്യങ്ങൾ സത്യം ചെയ്തിട്ട് അല്ലാഹു പറഞ്ഞില്ലേ, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അല്ലാഹുവിന്റെ മറുപടിയാണ് നബിയെ, അല്ലാഹു അനുഗ്രഹിച്ചിട്ട് മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, അല്ലാഹു അനുഗ്രഹിച്ചിട്ട് തങ്ങൾ ഒരിക്കലും മജ്നൂനല്ല. മജ്നൂനെന്ന് തങ്ങളെ പറയാൻ ആർക്കും കഴിയില്ല. തങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്നോ തങ്ങൾക്ക് ചിത്തഭ്രമം സംഭവിച്ചിട്ടുണ്ട് എന്നോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരാളും അങ്ങനെ പറയില്ല. അങ്ങനെ പറയുന്നൊരവസ്ഥ വരില്ല. പറയുന്നവരവിടെ പറഞ്ഞോട്ടെ, തങ്ങളത് വിഷയമാക്കണ്ട. തങ്ങൾക്ക് മുറിയാത്ത അനന്തമായ കൂലി അള്ളാഹു തരുന്നുണ്ട്. ആ മജ്നൂൻ എന്ന് പറയുന്ന മനുഷ്യനെ അള്ളാഹു തആല വെറുതെ വിട്ടില്ല. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ആളാ
ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു പ്രയോഗം നടത്തിയതാണ് വലീദ്. വലീദ് ഒന്നല്ലേ മുത്തുനബി തങ്ങളെ പറ്റി പറഞ്ഞത്? പക്ഷെ അല്ലാഹു തആല ഒന്നിനു പകരം 10 അല്ലാഹു തിരിച്ചു പറഞ്ഞത്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ആര് എതിർത്തോ, ആര് തങ്ങളോട് വിരോധം വെച്ച് എന്ത് പറഞ്ഞോ, അവരെ ഒന്നും അല്ലാഹു തആല നേർക്കുനേരെ വിട്ടിട്ടില്ല. ഒന്നല്ല, ഖുർആനിൽ അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഒരാളെയും വെറുതെ വിട്ടിട്ടില്ല. അത് അല്ലാഹുവിന്റെ മഹബ്ബത്താണ്. ലോകത്തുള്ള ആളുകളൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊച്ചാക്കിയിട്ടുള്ള ഒരു വർത്തമാനം, അല്ലെങ്കിൽ ആ വർത്തമാനം പറയുന്ന ആളുകളെ അനുകരിക്കുന്ന, അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു സ്വഭാവം മുഅ്മിനീങ്ങൾക്ക് പറ്റൂല. അവനെ പറ്റിയല്ലേ അള്ളാഹു പറഞ്ഞത്, ഇന്ന ശാനിയക ഹുവൽ അബ്തർ. വലീദ് ഇബ്നു മുഗീറ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു തആല എണ്ണി പറഞ്ഞു നോക്ക് നിങ്ങൾ, എത്ര ശക്തിയിലാണ് അള്ളാഹു പറഞ്ഞത്. സാധാരണ സഹോദരങ്ങളെ, ഒരു മറുപടിക്ക് ഒരു മറുപടിയല്ലേ. പക്ഷെ ഇവിടെ പറഞ്ഞ ആരോപണം ശക്തമായത് കൊണ്ട് അല്ലാഹു തആല ഒന്നിനു പകരം 10 വെച്ചു കൊടുത്തത്. വലീദ് ഇബ്നു മുഗീറയെ പറ്റി അല്ലാഹു 10 സ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞു. ഫലാ തുതിഇൽ മുകദ്ദിബീൻ, ഒന്നാമതായിട്ട് പെരുങ്കള്ളം പറയുന്ന ആളാണ്. വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ നസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം. രണ്ടാമത് അല്ലാഹു പറഞ്ഞു ഹല്ലാഫ്, തോണ്ടിയതിന് മുഴുവനും അനങ്ങിയതിന് മുഴുവനും സത്യം ചെയ്യുന്ന ആള്. നുണ പറയുകയാണെങ്കിൽ വലിയ സത്യമായിരിക്കും, സത്യമാണ് പറയുന്നെങ്കിൽ അപ്പോഴും സത്യം ഉണ്ടാവും. മൂന്നാമതായി അല്ലാഹു തആല പറഞ്ഞു മഹീൻ, എല്ലാ നിലക്കും അവൻ നീചനാണ്, നികൃഷ്ടനാണ്. സ്വഭാവത്തിലും സംസ്കാരത്തിലും ഒക്കെ എരപ്പത്തരുള്ള ആളാണ്. നാലാമതായിട്ട് അല്ലാഹു തആല പറഞ്ഞു ഹമ്മാസിൻ, പരിഹസിക്കാൻ വലിയ ഉഷാറാണ്. ആരെ കളിയാക്കുന്നതിലും ഫസ്റ്റ് റാങ്ക് കിട്ടും. അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്തുകൾ മുത്തുനബി തങ്ങൾ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ അവന്റെ അനുയായികളായ ആൾക്കാരനെ പറയുന്നുണ്ട്, അതൊക്കെ നമ്മളെ നേതാവിന് ഫിറ്റാണ് തന്നെയാണ്. ആർക്ക്? വലീദിന് ഫിറ്റായ സ്വഭാവമാണ് പറഞ്ഞതൊക്കെ ഉണ്ട്. കളവ് പിന്നെ അവന്റെ സ്വഭാവമാണ്. സത്യം അത്ര പറഞ്ഞ ആരും ഉണ്ടാവൂല മക്കത്ത്. എന്ത് പറയുകയാണെങ്കിലും സത്യം ചെയ്തിട്ടേ പറയുള്ളൂ. അല്ലാഹു തആല സത്യം ചെയ്തിട്ടല്ല, ആളുകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് സത്യവാചകം പറയുന്നത്. പക്ഷെ അത് നുണയായിരിക്കും. പിന്നെയോ മശാഇം ബിനമീം, നമീമത്വമായിട്ട് നടക്കുക. ഇവിടെ നിന്ന് കുറച്ച് പറയാതെ അവിടെ കൊണ്ടുപോയി കൊട്ടുക, അവിടെയും ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെത്തിക്കുക, അവർക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, ആ ഒരു സ്വഭാവം. മന്നാഇൽ ലിൽ ഖൈർ, മറ്റുള്ളവർക്ക് വരുന്ന ഗുണങ്ങളൊക്കെ തടഞ്ഞു വെക്കുന്ന ആള്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും നിയമത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് രസിക്കൂല, സഹിക്കൂല, അതിനപ്പ അള്ളി വെക്കും. അങ്ങനെയുണ്ട് ചില ആളുകൾ. ആർക്കെങ്കിലും എന്തെങ്കിലും നിയമത്ത് അല്ലാഹു തആല കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുരുട്ടുണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫിത്തനയും ഫസാദും ഉണ്ടാക്കിയിട്ട് കെടുത്തിക്കളയും. ഒരാൾക്കും കിട്ടുന്ന ഖൈറിൽ നമ്മൾ അസൂയ വെക്കരുത്, നമ്മൾക്ക് അതിൽ ഇടങ്ങേറുണ്ടാകരുത്. ഖൈറായ രൂപത്തിൽ അല്ലാഹു നടത്തി കൊടുക്കട്ടെ എന്ന് വരക്കാൻ വേണ്ടിയത്. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ, എല്ലാ സീമകളും ലംഘിച്ച് പരിധി വിട്ട് അക്രമം ചെയ്യുന്ന ആളാണ്. അസീം, മഹാ കുറ്റവാളിയാണ്. 8 പറഞ്ഞു. 9ാമത്തത് ഉഴുത്തുല്ലിൻ, ബാക്കിയുള്ളതൊക്കെ അവനുള്ള സ്വഭാവങ്ങളാണ്. 9ാമത്തത് അവന്റെ ശരീരത്തിന്റെ സ്വഭാവമാണ്. അവൻ കുടവയറനാണ്, വയറിങ്ങനെ പൊന്തി നിൽക്കും. പഴയ പള്ളിന്റെ മിഹ്റാബ് കണ്ടില്ല നിങ്ങൾ, മുന്നോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നു. അതേപോലെ അവന്റെ വയറിങ്ങനെ പൊന്തി നിൽക്കും. അവന്റെ അത്ര വയറുള്ള ആരും മക്കത്തുണ്ടായിരുന്നില്ല, അത്രയും പള്ള ഉന്തിയ പള്ളയായിരുന്നു. 10ാമതായി അല്ലാഹു തആല പറഞ്ഞു ബഅദ ദാലിക സനീം, ഇതിനൊക്കെ പുറമെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സനീമുൻ, അവൻ ജാരസന്തതിയാണ്. ഇപ്പൊ പറയുന്ന വാപ്പക്ക് ജനിച്ച ആളല്ല എന്നർത്ഥം. അവന്റെ ഒരു വാപ്പയിലേക്ക് ചേർത്തി പറയുന്നുണ്ട് വലീദ് ഇബ്നു മുഗീറ, ആ മുഗീറത്തിന്റെ മോനല്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ നോക്ക്, ജനങ്ങൾക്കാർക്കും തിരിയാത്ത 1-2 വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്ന ഈ ഒരു സ്വകാര്യം എന്തേ അല്ലാഹു തആല പുറത്തേക്ക് വിട്ടത്? ഇത്രയും കാലം പുറത്തു വിടാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ എരപ്പത്തരം അവനിൽ ഉണ്ടായിട്ടും അത് മറച്ചു വെച്ചവനെ മുന്നോട്ട് കൊണ്ടുപോയി റഹ്മാനായ റബ്ബ് എന്തേ ഇതിപ്പോ പുറത്തു വിട്ടത്? ഒരിക്കലും ഒരാളും പറയാത്ത നീചമായ ഒരു വർത്തമാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബൂജഹൽ അത് പറഞ്ഞില്ല, അബൂ ലഹബ് പറഞ്ഞില്ല, ഉഖ്ബത്ത് ഇബ്നു മുഅയ്ത്ത് പറഞ്ഞില്ല. എത്ര ആളുകളുടെ ശത്രുക്കൾ, അവരൊന്നും പറയാത്തൊരു ഭാഷ ഇവൻ പറഞ്ഞു. അതിനാണ് ഇത്ര ഡോസ് കൂടിയ മറുപടി അല്ലാഹു കൊടുത്തത്. സനീമുൻ, ജാരസന്താനമാണ്.
അതിനുശേഷം പിന്നെ മക്കത്ത് നേരെ ചൊവ്വേ. കാരണം ആ രംഗം പറഞ്ഞപ്പോ കുറെ ആൾക്കാർ പറഞ്ഞു, അതുവരെ പറഞ്ഞ സംഗതിയൊക്കെ നമ്മളെ നേതാവിൽ ഫിറ്റാണ് 9 എണ്ണവും. പക്ഷെ ഈ 10ാമത്തത് അത് കുറച്ച് കടുപ്പം കൂടിയതാണ്. അപ്പൊ വലീദ് ഒരു കത്തി എടുത്തിട്ട് സ്വന്തം ഉമ്മാന്റെ അടുത്ത് ചെന്നു എന്നാ ഖുർആൻ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു കത്തി എടുത്തിട്ട് ഉമ്മാന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ, എന്നെ സംബന്ധിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വിഷയങ്ങൾ ഓതി പറയുന്നുണ്ട്. ആ 10 കാര്യങ്ങളും കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവനെ കൊല്ലണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനായി കത്തി എടുത്ത് വന്നത് നിങ്ങളൊരു സമ്മതം ചോദിക്കാനാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ 10 എണ്ണം ഓതിക്കൊണ്ട, നീ പറഞ്ഞ് ഞാനൊന്ന് നോക്കട്ടെ ഏതാ 10 എണ്ണം. അപ്പൊ 10 എണ്ണം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ 10 എണ്ണത്തിന് നിനക്ക് എതിർപ്പുള്ളത് ഏതാന്ന് ചോദിച്ചു. അവസാനം പറഞ്ഞതില്ലേ ബഅദ ദാലിക സനീം. ഇതിനൊക്കെ പുറമെ 10ാമതായി പറഞ്ഞ ഒരു വിഷയല്ലേ ജാരസന്തതിയാണ്. ഉമ്മ, ഞാൻ ഇക്കാണുന്ന ജനങ്ങളൊക്കെ പേര് വിളിക്കുന്ന മുഗീറത്തിന് ജനിച്ച ആളല്ല എന്നാ പറയുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഉമ്മ ചോദിച്ചു, മോനെ ബാക്കി 9 എണ്ണോ ഒപ്പിക്ക, ഞാൻ അങ്ങനെ തന്നെയാണ് ഏകദേശം. അവൻ തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ 10ാമത്തത് കുറച്ച് ഗൗരവമുള്ളതാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു, 10ാമത്തതും ശരിയാണെങ്കിലോ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ വലീദ് നേരെ കത്തി ഉമ്മാന്റെ നേരക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നേര് പറയണം, അല്ലെങ്കിൽ ഇപ്പൊ കൊല്ലുങ്ങളെ പറഞ്ഞു. നിങ്ങളാണ് എന്റെ ഉമ്മയെങ്കിൽ നേര് പറയണം. ജനങ്ങൾ വിളിക്കുന്ന മുഗീറത്തിന് ജനിച്ച ആളല്ലേ ഞാന്. ഈ കത്തി കൊണ്ട് ഇപ്പൊ ശരിപ്പെടുത്തും, പറയണം നിങ്ങൾ എന്ന് പറഞ്ഞു. ഊക്ക് കൂട്ടിയപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഒന്ന് സ്ട്രോങ് കുറക്ക്, നീ ഒന്ന് തണുക്ക്, വിഷയം ഞാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ കുറച്ച് തണുത്തപ്പോ ഉമ്മ പറഞ്ഞു, ഞാനങ്ങനെ ജീവിച്ചെങ്കിലും എന്റെ വികാരത്തിന് ശമനം കിട്ടിയില്ല. ഞാൻ അങ്ങനെ ജീവിക്കുന്നു എന്നല്ലാതെ ഒരു കാര്യം കിട്ടണ്ടേ. ഒരു കുട്ടികളും എനിക്കുണ്ടായില്ല എന്ന് മാത്രമല്ല, എന്റെ വിചാരങ്ങളൊന്ന് ദഹിക്കാൻ പോലും, ഒന്ന് ശമിപ്പിക്കാൻ പോലും എന്റെ ബാപ്പക്ക് കഴിഞ്ഞില്ല. ഞാൻ പിന്നെ സഹിച്ച് സ്വത്തൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ കൂടാന്ന് കരുതി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിനം നിന്റെ ബാപ്പയുടെ സഹോദരന്റെ മക്കൾ, നിന്റെ ബാപ്പക്ക് മക്കളില്ലെങ്കിലും സഹോദരന്മാർക്ക് മക്കളുണ്ട്, ബാപ്പയുടെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും ഒക്കെ മക്കൾ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പാന്റെ സഹോദരനായ മുഗീറത്തിന് ആണും പെണ്ണുമായിട്ട് ആരുമില്ലല്ലോ, അയാൾ അങ്ങോട്ട് മരിച്ചാൽ ആ സ്വത്ത് മുഴുവൻ നമ്മളെ കയ്യിലേക്ക് വരാനുള്ളതാണ് എന്നവർ സംസാരിക്കുന്നത് കണ്ടപ്പോ, എന്റെ ഭർത്താവിന്റെ സ്വത്തും കണ്ടിരിക്കാണ് ഇവരില്ലേ. അതിനൊരു സന്താനമില്ലാത്തതാണ് പ്രശ്നല്ലേ. അപ്പൊ ഒരു സന്താനത്തെ ജനിപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്ന വെല്ലുവിളി സ്വീകരിച്ച്, മോനെ നിനക്കറിയാമോ, ചെറുപ്പകാലത്ത് നിന്നെ ഏറ്റിക്കൊണ്ട് നടന്നിരുന്നൊരു മനുഷ്യൻ, നിന്നെ താലോലിച്ചിരുന്ന, നിന്നെ വളർത്തിയിരുന്ന, സ്നേഹത്തോടെ ലാളിച്ചിരുന്ന ഒരാൾ അറിയുമോ? ഈ വീട്ടിൽ വേലക്കാരനായിട്ട് ഇവിടുത്തെ ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ മേയിച്ചുകൊണ്ട് നടന്നിരുന്നൊരു വേലക്കാരൻ, അവനുമായി ഞാൻ സമയം നോക്കിയിട്ട് ബന്ധം പുലർത്തി. ആ ബന്ധത്തിൽ ജനിച്ച മോനാണ് നീ. ഈ വിഷയം ഉമ്മ തുറന്നു പറഞ്ഞപ്പോ വലീദിന്റെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു. ഇനി ആരെ ആക്രമിക്കാനാണ്, ആരെ കൊല്ലാനാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാലോകര മുന്നിൽ ഇതുവരെ ആരും പറയാത്തൊരു വിഷയം പറഞ്ഞ് ആരോപിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ മറുപടിയാണത്. ഇതിനൊക്കെ പുറമേ അവൻ ജാരസന്താനമാണ്. അത് ശരിയാണെന്നല്ലേ ലാസ്റ്റ് ഉമ്മയും പറഞ്ഞത്. പിന്നെ വലീദിനെന്തു പറയാനാണ്? പിന്നെ ജനങ്ങളൊന്നും കാണാത്ത നേരം നോക്കിയിട്ട് പുറത്തിറങ്ങാനാണ് പതിവ്. കാരണം ആരെങ്കിലും കാണുമ്പോ കാണുന്നവർ സ്വകാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ബാപ്പല്ലാത്തോനാണ് ആ പോകുന്നത്. യഥാർത്ഥത്തിൽ ബാപ്പയാൾക്കില്ല, ബാപ്പല്ലാത്ത ആളാണ് ആ പോകുന്നത്. അത് നാട്ടിലൊരു പ്രമാണിയായ വലീദിന് കേൾക്കാൻ സുഖമുണ്ടാകുമോ? നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കത് കേൾക്കാൻ സുഖമുണ്ടാകുമോ? മുത്തുനബി തങ്ങളെ എതിർത്തൊരൊറ്റ ആളെയും അള്ളാഹു വിട്ടിട്ടില്ല. ചിലര് പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി മുർസലല്ലാന്ന്. മുർസലല്ലാന്ന് പറഞ്ഞപ്പോ അള്ളാഹു മറുപടി പറഞ്ഞില്ലേ, ഇവിടെ വന്നത്തെ 1-ാമത്തെ ദിവസം നിങ്ങളെ നാട്ടിൽ ആദ്യം എത്തിയപ്പോ ഞാൻ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. സത്യം ചെയ്ത് അല്ലാഹു പറഞ്ഞു, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ.
വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആൻ തന്നെയാണ് സത്യം നബിയെ. ആര് എവിടെന്ന് എങ്ങനെ എതിർത്താലും ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങ് മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെയാണ്, ഒരു സംശയത്തിനും വകുപ്പില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് എങ്ങനെ എതിർത്തിട്ടുണ്ടോ അതിനൊക്കെ അല്ലാഹു മറുപടി കൊടുത്തു. ചിലര് മുത്ത് നബി തങ്ങളെ പറ്റി പറഞ്ഞു, അവിടുന്ന് കവിയാണ് എന്ന് പറഞ്ഞു. കവിയാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു മറുപടി കൊടുത്തു. അതും സൂറത്ത് യാസീനിൽ കാണാം. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. അവിടത്തേക്ക് നമ്മൾ കവിത പഠിപ്പിച്ചിട്ടില്ല, പാട്ട് പഠിപ്പിച്ചിട്ടില്ല. ഓതി തരുന്നതൊന്നും പാട്ടല്ല, കവിതയല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. ചില ആളുകൾ പറഞ്ഞു, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നല്ല സ്റ്റാറ്റസിൽ നടക്കേണ്ട ആളല്ലേ, എന്താ അങ്ങനെ അങ്ങാടി കൂടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത്? ജനങ്ങൾക്കിടയിൽ വന്നിട്ട് ജനങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് എന്താണ് എന്ന് വരെ ചില ആളുകൾ പറഞ്ഞപ്പോ അല്ലാഹു മറുപടി കൊടുത്തത് കണ്ടില്ലേ? വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന ഇല്ലാ ഇന്നഹും ലയകുലൂന അത്അമ വയംശൂന ഫിൽ അസ്വാഖ്. തങ്ങളെ മുമ്പ് നമ്മൾ എത്ര മുർസലീങ്ങളെ ലോകത്ത് അയച്ചിട്ടുണ്ട്. ആ മുർസലീങ്ങൾ 300-ലധികം ആളുകൾ വന്നിട്ടില്ലേ? അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സംഗമിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു. ആവശ്യത്തിന് അങ്ങാടികളിലേക്ക് വന്നവരായിരുന്നു. അവരെ പാരമ്പര്യം സ്വീകരിച്ച് തന്നെയാണ് തങ്ങളും നടക്കുന്നത്. നബിയെ അറിയാത്തവര് പലതും പറയും, അതുകൊണ്ട് തങ്ങൾ വിഷമിക്കേണ്ടതില്ല. കൂട്ടത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മറ്റു നബിമാരെ പോലെയല്ല. മറ്റു നബിമാരെ എതിർത്ത എതിരാളികളോട് നബിമാരായിരുന്നു മറുപടി പറഞ്ഞിരുന്നത്. അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് എവിടെന്ന് എപ്പോ എങ്ങനെ എതിർത്താലും മറുപടി കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടല്ലേ ഇതൊക്കെ വിശദീകരിച്ച് റാസി ഇമാം തങ്ങൾ അവസാനം പറയുന്നത്, ഫമാ അജല്ലു ഹാദിഹിൽ കറാമ, എന്തൊരു ബഹുമാനമാണ് അല്ലാഹു ഈ നൽകിയത്. ഇതുപോലെ ഒരു ബഹുമാനവും മുമ്പൊരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ല. സഹോദരിമാരെ ഭാഗത്തേക്ക് കവർ കൊടുത്തു വിടുന്നുണ്ട്. അത് കവറ് കത്തെഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ളതല്ല. നാളെ വരുമ്പോ നാളെ സമാപനത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഖുറാത്തങ്ങളുടെ മകൻ വന്ന് ദുആ ചെയ്യുന്ന നമ്മുടെ ദുഫ്രാത്തീബിന്റെ വാർഷികം നടക്കുന്ന സമാപന ദിവസമാണ്. നല്ല സംഭാവന കവറിലിട്ട് മുറാദുകളൊക്കെ എഴുതി കൊടുത്തയക്കണം. അല്ലാഹു തആല എല്ലാവരും ചെയ്യുന്ന എല്ലാവിധ ഹദിയകളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ തങ്ങളാപ്പ തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു. തേങ്ങ ആയോ തങ്ങളാപ്പേ? ഏകദേശായോ? ആ തേങ്ങൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു തേങ്ങ കൊണ്ടുവന്നവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. നല്ല തേങ്ങ അള്ളാഹു തെങ്ങിൽ കൂടുതലായി അള്ളാഹു തആല കായ്ക്കനികൾ ഏറ്റി കൊടുക്കട്ടെ. തേങ്ങക്ക് കായ്ക്കനികൾ ഏറ്റി കൊടുക്കട്ടെ വരുമ്പോൾ നല്ലോണം ആമീൻ പറഞ്ഞോളൂ. ഇപ്പൊ തേങ്ങക്ക് വില കൂടുതലാണ്. ആ വണ്ടിയിലെ അള്ളാഹു തആല നല്ല ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അപ്പൊ ഇന്നശാനിഅക ഹുവൽ അബ്തർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് എതിർത്താലും അവർക്കൊക്കെ അള്ളാഹു തആല പറയുന്നത് അവരൊക്കെ ഗുണം പിടിക്കാത്ത ആളാണ്. ഇനി കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി വിശദമായി പറയണം. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ പ്രകോപിപ്പിക്കുന്ന ആള്, വിരോധം വെക്കുന്ന ആള് എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്തേക്കുള്ള ആളുകൾക്ക് മാത്രമാണോ? അല്ല. നമ്മൾ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയുന്നത്, എല്ലാവർക്കും ഇത് ബാധകമാണ്. ഹാഫിൽ ഇബ്നു കസീർ പറഞ്ഞു, വഹാദാ യഉമ്മു ജമീഅ മൻ ഇത്തസഫ ബിദാലിക മിമ്മൻ ദുക്കിറ വഗൈരിഹിം. ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ അന്നത്തെ കാലത്തുള്ളവരും ഖിയാമത്ത് നാൾ വരെ എതിർപ്പിന്റെ സ്വഭാവത്തിൽ ആരെല്ലാം വരുന്നോ അവർക്കൊക്കെ ഇത് ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. ഇത് ഒന്നുകൂടി വിശദമായിട്ട് പണ്ഡിതന്മാര് ഓർമ്മപ്പെടുത്തിയില്ലേ? ഷാനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ വെറുപ്പിക്കുന്ന ആള്, നബിതങ്ങളോട് എതിർപ്പ് വെക്കുന്ന ആള്, നബിതങ്ങളോട് വിരോധം വെക്കുന്ന ആള്. അത് സഹോദരങ്ങളെ ഈ പറഞ്ഞുപോയ ആളുകളെ പറ്റി മാത്രമല്ല, പിന്നെയോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനിൽപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളോട്
എതിർപ്പ് വെക്കുന്ന ആളുണ്ടോ? അവരൊക്കെ ഈ പറഞ്ഞതിൽപ്പെട്ടതാണ്. ഇമാം ആലൂസിയുടെ തഫ്സീർ ഞാനൊന്ന് വായിക്കട്ടെ. വഹാദാ ജസാഉ കുല്ലി മൻ ശനഅ മാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യം, അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ, സ്വന്തം ഇച്ഛ കൊണ്ട് തങ്ങൾ നടപ്പിലാക്കൂലല്ലോ. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമല്ലേ നടപ്പിലാക്കുന്നത്. അത് ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും അതിനോട് എന്തേ എതിർക്കാൻ കാരണം? ലി അജലി ഹവാഹു, സ്വന്തം ഇച്ഛക്ക് അനുസരിച്ചുകൊണ്ട് എതിർത്തു. ആരെപ്പോലെ? കമൻ തഅവ്വല ആയാതി സിഫാത്തി ഔ അഹാദീസഹാ അലാ ഗൈരി മുറാദില്ലാഹി തആല വ മുറാദി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവും റസൂലും ഉദ്ദേശിച്ചതിന് വിപരീതമായി ഖുർആനിലെ ചില ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തവരെ പോലെ. യദുല്ലാഹി എന്നതിന് മഹാന്മാര് പഠിപ്പിച്ച അർത്ഥം ഖുദ്റത്തുല്ലാഹി എന്നല്ലേ. എന്നാ സഹോദരങ്ങളെ, മുസ്ലിം പേര് വെച്ചിരിക്കുന്ന ആളുകൾ തന്നെ യദുല്ലാഹി എന്നതിന് അള്ളാഹുവിന്റെ കൈ എന്ന് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ എഴുതിയ പരിഭാഷകൾ എത്രയോ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ആളോടും ഞാൻ പറയട്ടെ, പരിഭാഷ നോക്കിയിട്ട് വിശുദ്ധ ഖുർആനിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കരുത്. ഖുർആൻ വ്യാഖ്യാനങ്ങൾ എഴുതിയ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളുണ്ടോ, അത് നിങ്ങൾ വാങ്ങി വായിച്ചോളൂ, കുഴപ്പമില്ല. അതേ സമയത്ത് ഏറ്റവും കൂടുതൽ പരിഭാഷകൾ ഇറക്കിയിരിക്കുന്നത് ബിദ്അത്തുകാരാണ്. അവരെഴുതിയ പരിഭാഷകളിൽ ഒരിക്കലും ചേരാത്ത അർത്ഥതലങ്ങളുണ്ട്. യദുല്ലാഹി എന്നതിന് അള്ളാഹുവിന്റെ കൈ എന്ന് എഴുതിയിട്ടുണ്ട്. ഇബ്ഖാ വജ്ഹു റബ്ബിക, റബ്ബിന്റെ മുഖം ശേഷിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. വസ്സമാവാതു മത്വിയാത്തും ബിയമീനിഹി, ആകാശങ്ങളൊക്കെ അള്ളാഹുവിന്റെ വലത്തെ കയ്യിൽ ചുരുട്ടപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മുഖവും അള്ളാഹുവിന് കൈയും അള്ളാഹുവിന് ഇരിപ്പിടവും ഇങ്ങനൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളില്ലേ, ഇവരൊക്കെ മുത്തുനബിതങ്ങളെ സങ്കടപ്പെടുത്തിയവരാണ്, നബിതങ്ങളോട് എതിർപ്പ് വെച്ചവരാണ്. പോരാ, വമിൻ അഖ്വൽ അലാമാതി അലാ ശൻആനിഹി, അതേ നബിതങ്ങളോട് വിരോധമുണ്ട് എന്നതിന്റെ ഏറ്റവും സുശക്തമായ തെളിവെന്താണെന്നറിയോ? നിഫ്റത്തുഹു അൻഹാ ഇദാ സമിഅഹാ, അതേ ആയത്തുകളും ഹദീസുകളും കേൾക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം അറിയിക്കുന്നത് കേൾക്കുമ്പോ അതിനോടൊരു വിരോധം, അതിനോടൊരു വെറുപ്പ്, ഒരു സ്വഭാവം ഉള്ള ആളും ഇതുപോലെ തന്നെ നബിതങ്ങളോട് വിരോധമുള്ള ആളാണ്. വകദാലിക അഹ്ലുസ് സമായി അല്ലദീന യർഖുസൂന അലാ സമാഇൽ ഗനാഇ വദ്ദുഫൂഫി വശബാബാത്. ചില ആളുകളുണ്ട്, അവർക്ക് സംഗീതം കേൾക്കാനും ദഫ് കേൾക്കാനും അതുപോലെ തന്നെ യുവതികളായ പെണ്ണുങ്ങളുടെ പാട്ട് കേൾക്കാനൊക്കെ ഓൽക്ക് വലിയ ആരവാണ്. തഫ്സീറാണ് ഞാൻ ഈ വായിക്കുന്നത്, എന്റെ വക എഴുതിക്കൊണ്ടുവന്നല്ല, ഇമാം ആലൂസിയുടെ തഫ്സീറാണ്. ഈ ആയത്തിന്റെ ഭാഗമായി വന്ന തഫ്സീറാണ്. ദഫ് കേൾക്കാനും സംഗീതം കേൾക്കാനും ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളെ നൃത്തം കാണാനും കേൾക്കാനൊക്കെ വലിയ താല്പര്യമാണ്. ഫൈദാ സമീഉൽ ഖുർആൻ യുത്ലാ, ഖുർആൻ ഓതപ്പെടുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ ഖുർആൻ പറ്റി പറയുന്ന മജ്ലിസ് വല്ലതും വന്നാൽ ഇസ്തത്വാലൂഹു വസ്തസ്കലൂഹു, അത് കുറെ നീണ്ടുപോകാണ്, അത് കുറെ കനമാകാണ്, അതൊരു ഇടങ്ങേറുച്ച പരിപാടിയാണ്. ഇങ്ങനെ തോന്നുന്ന ആൾക്കാരും ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാരെ തഫ്സീറാണ്. നിങ്ങൾ ചില ആൾക്കാർക്ക് അതുപോലെ ഓരോ മോഡിഫിക്കേഷനാണ്, ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനത്തോടത്തൊക്കെ അവർ എത്ര ടിക്കറ്റ് കൊടുത്തവരുണ്ട്, എത്ര നേരം ഇരിക്കാനും അവരുണ്ട്, ഒരു പ്രശ്നവുമില്ല. തുടങ്ങുന്ന രാത്രി 12 മണി മുതൽ സുബൈക്ക് 4 മണി വരെ ആണെങ്കിലും ഉറക്കൊഴിച്ച് കണ്ണിൽ വേണമെങ്കിലും സ്പ്രേയും കൂടി അടിച്ചിട്ട് ഇരിക്കാൻ അവർ റെഡിയാണ്. അതേ സമയത്ത് ഖുർആൻ ഓതി പറയുന്നിടത്ത്, വാല് പറയുന്നിടത്ത്, മൗലിദ് നടത്തുന്നിടത്ത്, റാത്തീബ് നടത്തുന്നിടത്ത്, ദിക്ർ ചൊല്ലുന്നിടത്ത്, സ്വലാത്ത് ചൊല്ലുന്നിടത്ത് അതൊക്കെ അവർക്ക് കനമാണ്, അത് നീണ്ടുപോകാണ്, സമയം കുറെ പോകാണ്. കണ്ടില്ലേ നിങ്ങൾ പറഞ്ഞത് ഇസ്തതാലൂഹു വസ്തസ്കലൂഹു, അവർക്ക് നീണ്ട സദസ്സായി മാറുകയാണ്, വലിയ ഭാരമുള്ള സദസ്സായി മാറുകയാണ്. വകദാലിക മൻ ആസറ കലാമൻ നാസി വഉലൂമഹും, മനുഷ്യന്മാര് പറയുന്ന
പറയുന്ന ചില വർത്തമാനങ്ങളെയും ചില വിവരങ്ങളെയും മുന്തിക്കുന്നവർ അലൽ ഖുർആനി വസുന്നത്തി ഇലാ ഗൈരി ദാലിക്, ഖുർആനിനും സുന്നത്തിനേക്കാളും ഖുർആനും സുന്നത്തും പറയുന്നതിനേക്കാളും അതേ മറ്റു ചില ആളുകളുടെ വാക്യങ്ങൾക്കും മറ്റും താല്പര്യം നൽകിയിട്ട് അതിന് മുൻഗണന കൊടുക്കുന്നവർ, ഇതുപോലെ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിനെതിരെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് കാര്യങ്ങൾ നിർമ്മിക്കുന്നവർ. എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ പറയട്ടെ, നാട്ടിൽ പല ഭാഗത്തും പച്ച പിടിച്ചു വരുന്നൊരു മുസീബത്തുണ്ട്. ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങളെ വീട്ടിലോ നിങ്ങളെ കുടുംബങ്ങളിലോ എവിടെയെങ്കിലും സദ്യകളും സൽക്കാരങ്ങളും എൻഗേജ്മെന്റുകളൊക്കെ നടക്കുമ്പോ ഒരൊറ്റ കാര്യം പോലും മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതിന് എതിരുണ്ടാവരുതേ. ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. നിശ്ചയത്തിന് വന്ന ആണിന്, നിശ്ചയത്തിന് വന്ന ആളുകൾക്ക് മൊത്തവും കല്യാണ പെണ്ണിനെ കാണൽ ഹലാലല്ല. പെണ്ണ് കെട്ടാൻ പോകുന്ന ആൾക്ക് രണ്ടാം തവണ കാണണമോ? ഒന്നാം തവണ കാണാൻ പറ്റിയത് രണ്ടാം തവണയും കാണാം, മൂന്നാം തവണയും കാണാം, നാലാം തവണയും കാണാം. അവനും അവളും തനിച്ച് ഒരു റൂമിൽ മണിക്കൂറുകളോളം പങ്കിടാനായിട്ടില്ല, ചുറ്റിക്കറങ്ങാനായിട്ടില്ല, വരന്റെ വീട്ടിലേക്ക് പോകാനായിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞ് ഹലാലായെങ്കിലേ ഇതിനൊക്കെ പറ്റുകയുള്ളൂ. ഉപ്പമാര് കാര്യം നടക്കട്ടെ, ഇതൊക്കെ കണ്ണു ചിമ്മിയെങ്കിലേ നടക്കൂ എന്ന നിലക്ക് മൗനം പാലിച്ചാൽ മുത്തുനബി തങ്ങളോട് വിരോധം വെച്ചവരാകും. ഇന്ന ശാനിയക ഹുവൽ അബ്തറു, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തിനെതിരെ നീങ്ങിയാൽ ജീവിതത്തിൽ ബറക്കത്ത് കാണൂല. അബ്തർ എന്നുള്ള പ്രയോഗം നിങ്ങൾ ഹദീസിൽ കേട്ടിട്ടില്ലേ? കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. ബിസ്മി ചൊല്ലി തുടങ്ങേണ്ട നല്ല നല്ല കാര്യങ്ങൾ ബിസ്മി ചൊല്ലാതെ ഒരാൾ തുടങ്ങിയാൽ ഫഹുവ അബ്തറു, അത് ബറക്കത്ത് മുറിഞ്ഞതാണ്, ഗുണം മുറിഞ്ഞതാണ്. അവിടെയും ഉണ്ടല്ലോ അബ്തർ എന്നൊരു വാക്ക്. ഇതേപോലൊരു വാക്കല്ലേ അല്ലാഹു ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. മുത്തുനബി തങ്ങൾ വിലക്കിയ ഒരൊറ്റ കാര്യവും നിങ്ങളെ സൽക്കാരത്തിലും സദ്യയിലും ഉണ്ടാകരുത്. നാട്ടിലതാ ചില സ്ഥലങ്ങളിലൊക്കെ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കശവിഷയായിട്ടിരുന്നിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നു. അത് വേണ്ട സഹോദരങ്ങളെ. നിയമത്തിന് നമ്മൾ എന്തിനാ എതിർക്കുന്നത്? ഇപ്പൊ നിങ്ങളെ നാട്ടിലെ പെണ്ണിനൊന്നും ഞാൻ കെട്ടിക്കൊണ്ടുപോലും, എന്താ അവരെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയാൽ എന്താ കുഴപ്പം? ഞാൻ കുഴപ്പമുണ്ടോ? ഈ വീഡിയോ ഒന്ന് മാറ്റിച്ചാ പോരെ? എന്തിനാ അവർക്ക് മാത്രം വേറെ ഒരു വാതിന്റെ സദസ്സിൽ മാത്രമേ ഉള്ളൂ? എന്തിനാ മറ വേറെ സ്ഥലത്തേക്ക് ആക്കിനവിടെ? എന്തേ ബുദ്ധിമുട്ടുണ്ടോ? കല്യാണത്തിന്, നിക്കാഹിന്, സൽക്കാരത്തിന് സുബ്ഹാനല്ലാഹ് മൊത്തം ഹലാല്. നല്ലോണം ശ്രദ്ധിക്കണം. ഈമാന് പണയം വെക്കരുത് ഒരൊറ്റ എൻഗേജ്മെന്റിന് വേണ്ടിയും. യഥാർത്ഥ മൂമിനായി മരിക്കണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ഹറാമിനെയും ഹലാലായി നീ വിലയിരുത്തി പോകരുത്. ആണും പെണ്ണും നിൽക്കേണ്ടിടത്ത് നിൽക്കണം. ഇപ്പൊ കല്യാണങ്ങൾ വീട്ടിൽ നിന്ന് മാറിയിട്ട് 10,000-കണക്കിന് ആൾക്കാരെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചിട്ട് എന്താണ് അവിടെ നടത്തുന്നത്? അതിന്റെ പേര് പറയാതിരിക്കല നല്ലത്. ഒരൊറ്റ ഒന്നിലും ഇസ്രാഫ് ഉണ്ടാകരുത്. ഇവിടൊക്കെ ആ രൂപം വന്നോന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെ ഒരു കല്യാണത്തിന് ഞാൻ പങ്കെടുത്തില്ല. പങ്കെടുത്താലേ എനിക്കറിയുള്ളൂ. ഇവിടൊക്കെ ഒരു കല്യാണത്തിന് ഒരു വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ 4 വെള്ളം 5 വെള്ളം 10 വെള്ളം. അത് ഇവിടെ ഉണ്ടാ? ഈ കാണുന്ന കളറിലൊക്കെ ഉള്ള വെള്ളം ഈ ചെടിന്റെ ഉണ്ടാ? സുബ്ഹാന ജല്ല ജലാലുഹു. എന്തിനാ സഹോദരങ്ങളെ അത്? അറിയാഞ്ഞിട്ട് ചോദിക്കണം. നിങ്ങൾ ആരത്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിലും ഒന്ന് പറയും. എന്തിനാണ് ഈ കളറിലൊക്കെ ഉള്ള വെള്ളം? ധൂർത്ത് പാടില്ല, ധൂർത്ത് ഹറാമാണ്. ധൂർത്ത് പുരണ്ടാക്കുന്നിടത്ത് മാത്രമൊന്നല്ല, കല്യാണത്തിനും ധൂർത്ത് പാടില്ല, നിക്കാഹിനും ധൂർത്ത് പാടില്ല, നിശ്ചയത്തിനും ധൂർത്ത് പാടില്ല. ഞാൻ ഇവിടെ മാത്രമല്ല, എല്ലാ വിഷയങ്ങളും ഞാനത് ഉൾപ്പെടുത്തി പറയാറുണ്ട്.
ഇവിടെ വന്നപ്പോ ഏടോ കണ്ടപ്പോ ഉസ്താദ് അങ്ങനെ പറയാണ്, ഞാൻ ഇവിടെ വന്നിട്ട് കല്യാണത്തിനും പോയില്ല, ആകെ 2-3 ദിവസം ആയിട്ടുള്ളൂ, ഞാൻ ഇന്ന് രാത്രി ഇത് കഴിഞ്ഞാൽ പോവും ചെയ്യാണ്. പക്ഷെ പറഞ്ഞ കൂട്ടത്തിന് ഉറപ്പെടുത്താണ്, സുന്നത്തുകളൊക്കെ വലിച്ച് പിച്ച് ചീന്തിയിട്ട് സുന്നത്ത് കല്യാണത്തിനും മറ്റും വന്ന ആളുകൾക്കുള്ള സുന്നത്ത് എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ അവരെ സ്വീകരിക്കണം. ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലിൽ ഇപ്പൊ കല്യാണത്തിന് പോയപ്പോ പല സ്ഥലങ്ങളിലേക്കും ആളുകൾ പോയപ്പോ കല്യാണ പന്തലിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരവിടുന്ന് തിരിച്ചു പോന്നു ചില ആളുകളൊക്കെ അവരെ ഈമാൻ കൊണ്ട്. കാരണം എന്താ, കല്യാണ പന്തലിലേക്ക് എത്തുന്ന ആ വെൽക്കം എന്ന് എഴുതി വെച്ച വാതിലിന്റെ അവിടെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പുതിയപ്പളയും കൂടിയാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അതിനേക്കാളും എരപ്പത്തരല്ലേ ഒരു നിശ്ചയത്തിനും കാര്യത്തിനും വിളിച്ചിട്ട് ഈ പെണ്ണിന്റെ ഫ്രണ്ട്സും ബാക്കും മുന്നും എന്തൊക്കെയാ പറയണത്, അവരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാം. ബാപ്പാരാണെങ്കിൽ, അന്തസ്സുള്ള ഈമാനുള്ള ബാപ്പാരാണെങ്കിൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ നടത്തണം. അല്ലെങ്കിൽ ദയവായിട്ട് മക്കളുണ്ടാക്കരുത്. ആ പരിപാടി നിർത്തുക. ഉണ്ടോ ഈമാനിന്റെ ഇസ്ലാമിന്റെ അന്തസ്സിലാകണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ പള്ളി കമ്മിറ്റിന്റെ മെമ്പറാണ് മറ്റേ സൂപ്പർവൈസറാന്നുള്ളവർക്കൊന്നും പരലോകത്ത് പരിഗണന കിട്ടൂല. ദീനായി കൊണ്ട് നടന്നെങ്കിലേ പരിഗണന കിട്ടുള്ളൂ. മുത്തുനബി തങ്ങൾ വിലക്കിയ കാര്യല്ലേ അന്യ ആണും പെണ്ണും ഈ രൂപത്തിൽ കൂത്താടുന്നത്. മുസ്ലിമിന്റെ കല്യാണത്തിൽ പോകാൻ പറ്റുന്നില്ല. ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും കല്യാണത്തിൽ എന്തൊരു ലളിതം, എന്തൊരു ലാളിത്യം, എന്തൊരു ശാന്തത, എന്തൊരു സുഖം, എന്തൊരു സമാധാനം. ഒരു ആർഭാടില്ലാത്ത കല്യാണങ്ങൾ. എന്നിട്ടൊരു ഗ്രൗണ്ടിൽ പോയ എത്ര കൊടി ഉണ്ടോ, ആ കൊടിന്റെ കണക്കിനാ അപ്പൊ വെള്ളം കൊടുക്കുന്നത്. 2 വെള്ളം പോരെ, മധുരം പറ്റുന്നവർക്കൊന്ന് പറ്റാത്തവർക്ക് 2. വേറെ 3-ാം തരക്കാരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? 2 പോരെ? എന്തിനാ എത്രയും തോനെ? ഒരൊറ്റ സംഗതിയും ഹറാമായി തീരരുത്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയരുത്. അതൊരു പരിഹാസമാണ്, പടച്ചവനോടുള്ള പരിഹാസമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദേ ഒരു അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം ചൊല്ലിയാൽ മതി. ആണ് കണക്കാക്കാൻ നിൽക്കില്ല നിങ്ങൾ. 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് ചെയ്യേണ്ടൊക്കെ ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം. അവിടെ നിശ്ചയത്തിന് വരുന്ന ആളുകൾ മുഴുവനും ഇപ്പെണ്ണിന്റെ തൊള്ളയിലേക്ക് കേക്ക് മുറിച്ചു കൊടുക്കുക. നഊദു ബില്ലാഹി മിൻ ദാലിക്. പാകത്തിന് നിശ്ചയം നടത്തിയാൽ മതി. എന്തിനാ എല്ലാ ആൾക്കാരും പെണ്ണിന്റെ തൊള്ളയിലേക്ക് മിഠായും കേക്ക് മുറിച്ചു കൊടുത്തെങ്കിലേ നിശ്ചയം സഹിയാകുള്ളൂ. എന്നിട്ട് എത്ര ധൈര്യത്തിലാണ് നോക്ക് നിങ്ങൾ സുന്നത്തിനെ വെല്ലുവിളിക്കുന്നത്. എത്ര ധൈര്യത്തിലാണ് ഈ ഹറാമിനെ പുച്ഛ മനോഭാവത്തോടെ കാണുന്ന. ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ട് വൈറലാക്കി വിടല്ലേ നമ്മൾ ആൾക്കാർ. ഒരു പ്രശ്നമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. കല്യാണത്തിന് വിളിച്ച ആൾക്കാരെ മുഴുവനും പരിഹസിക്കുക, അപഹസിക്കുക. ഒരു ചെമ്പൊരു ഭാഗത്ത് വെക്കുക, പാത്രം ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് പാത്രത്തിൽ നിന്ന് ഈ പാത്രം എടുത്തിട്ട് ചെമ്പൊന്ന് കോരി എടുത്തിട്ട് എവിടെയെങ്കിലും കുത്തിച്ചാരി നിന്ന് തിന്നാൻ പറയാ, ഭക്ഷണം കഴിച്ചു പോകാൻ. എരപ്പത്തരല്ലേ ഇത്? ഈമാനിന് ഇസ്ലാമിനെതിരല്ലേ? മുത്തുനബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. അല്ലാഹുവിലും അന്ത്യനാളിലും ഈമാനുള്ളവർ വിളിച്ച അതിഥികൾ ആദരിക്കണം. എന്താണ് ആദരവ്? അവർക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്ത്, ഭക്ഷണം കഴിക്കാൻ മേശ കൊടുത്ത്, നിന്റെ കൈകൊണ്ട് ഭക്ഷണം എടുത്തിട്ട് അവരെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം. അതാ കൊടുക്കേണ്ട ആദരവ്. ചെമ്പിലേക്ക് വൈ കാണിച്ചു കൊടുത്ത് പാത്രം എടുത്തിട്ട് കോരി തിന്നാൻ പറയലല്ല. അത് അനാദരവാണ്. ആണിനെയും പെണ്ണിനെയും കൂട്ടിക്കലർത്തരുത്. ഹറാമാണ്, തനിച്ച ഹറാം. അത് ഇന്നത്തെ ഒരു ദിവസം ഉസ്താദെ സഹിച്ചൂടെ? ഒരൊറ്റ ദിവസം സഹിക്കാൻ പറ്റൂല. ഒരു ദിവസം ഒരു പരിപാടിയിലും സഹിക്കാൻ പറ്റൂല. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. അനാവശ്യമായ ഒരു മേഖല ഉണ്ടാകരുത്. ജാഹിലിയ കാലഘട്ടത്തിലെ കല്യാണങ്ങളെ പോലെ സുന്നത്തുകളെ വെല്ലുവിളിച്ച് നടത്തുന്ന കല്യാണങ്ങളാകരുത്. ആണും പെണ്ണും കശപിശയാകുന്ന രൂപത്തില് നിക്കാഹിന്റെ മജ്ലിസിൽ പോലും ഇപ്പൊ അങ്ങനല്ലേ? പഴയ കാലത്ത് ഇപ്പൊ നമ്മളെ നാട്ടിലെ ഉസ്താദുമാരാരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും അനാവശ്യ പ്രവർത്തനങ്ങളോ മറ്റോ കണ്ടതിന്റെ പേരിലോട് തിരിച്ചു പോന്ന ആൾക്ക് പ്രതിഷേധം. ഒന്ന് ആലോചിച്ച് നോക്കി. പോന്ന ആൾക്ക് പ്രതിഷേധം. പിന്നെ ആള് പ്രതിഷേധിക്കാൻ ആളെ കൂട്ടുകയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്നാലും കല്യാണപ്പുറക്കാരനെ മോന്തൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൊടുക്കുക വേണ്ടത്. ദീനറിയാതെ ആരെയും നടത്താൻ പറഞ്ഞവനോട്
ഭക്ഷണം കഴിക്കാൻ വന്നിടത്ത് ചുമരിന്റെ മേലെ ജീവനുള്ള ജീവിയുടെ ഫോട്ടോ കണ്ടതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയില്ലേ, ജീവനുള്ള ജീവിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ടുള്ള ചുമരില്. പിന്നെ ഈ ഹറാമിയത്തൊക്കെ കണ്ടിട്ട് അവിടെ ഓശാനിച്ച് നിൽക്കണം. ഒരൊറ്റ കുട്ടി നിന്നു പോകരുത്, ഭക്ഷണം കഴിക്കരുത്, ഒരു രൂപ പോലും ഹറാമിന് സഹായിക്കരുത്. പടച്ച റബ്ബ് വെറുതെ വിടില്ല. ആണും പെണ്ണും മുഷക്കലായി നിൽക്കുന്ന ഒരു കല്യാണത്തിനും ഞാൻ പോകാറില്ല. എന്റെ മഹല്ലത്തിലും പോകാറില്ല, കുടുംബത്തിലും എവിടെയും പോകാറില്ല. നിങ്ങൾ അങ്ങാനും എന്നെ കല്യാണത്തിന് വിളിക്കേണ്ടി വന്നിട്ട് ഞാൻ അങ്ങനെ കണ്ടാൽ ഞാൻ അവിടെ വെച്ചത് പറയും, പിന്നെ അത് കേൾക്കേണ്ടി വരും. എന്നെ ഒതുക്കണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂ. പലരോടും ഞാനത് പറയലുണ്ട്, തുറന്നു പറയലുണ്ട്. എൻ്റെ ഒരു ബാധ്യത എന്നുള്ള നിലക്ക് എൻ്റെ മഹല്ലത്തിലോടും ഞാൻ പറയലുണ്ട്. എന്തെല്ലാമാണ് സഹോദരങ്ങളെ നടത്തുന്നത്. കല്യാണത്തിന്റെ അന്ന് രാത്രി പരിസരത്തുള്ള ഒരൊറ്റ വയസ്സായ ആളുകൾക്കും കുട്ടികൾക്കും ഉറങ്ങാൻ കഴിയില്ല. ആ ജാതി ശബ്ദകോശവും പൊട്ടിക്കലും. കല്യാണത്തിന്റെ സദസ്സിൽ തലേന്ന് ബുർദ ജില്ലാണെങ്കിൽ വരെ അയൽവക്കക്കാർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല. പാകത്തിലുള്ള സൗണ്ടിന് ഒരാളെയും ഇടങ്ങേറാക്കാൻ പാടില്ല, ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. നമ്മൾ നോക്ക്, ഇവിടെ ദഫ്റാത്തീബ് നടത്തുമ്പോൾ എത്ര വളരെ സിമ്പിളായ രൂപത്തിലാണ് സെറ്റിങ്സും സംവിധാനങ്ങളും ഒതുക്കിയിട്ടുള്ളത്. ഇവിടെയുള്ള ആളുകൾക്കും ഇവിടെയുള്ള വന്ന ആളുകൾക്കും കേൾക്കാൻ പാകത്തിൽ. ആരെയും ശല്യം ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടാക്കുന്ന സ്വഭാവമില്ല. ഇത് അവിടെ കൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ് അവിടെ വെച്ച സെറ്റിങ്സിന് കണക്കുണ്ടോ? ഒരു ചെറിയ സ്ഥലം, ആ സ്ഥലത്ത് എന്ത് സെറ്റ് എന്നതിന് പറയും, എന്ത് സൗണ്ട് എന്നാ? DJ. അതാണ് അതിന്റെ പേര്. എത്ര മോനെ അതിന് പേര്? ഏകദേശം ഒരു ദിവസത്തിന് ഒരു 10-25 വരില്ലേ? 2 ലക്ഷം. 20. ശരിക്ക് ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഒരാൾക്ക് ഇടങ്ങേറുണ്ടാക്കി പോകരുത്. പിന്നെ പൊട്ടിക്കല് വേറെയും. ഇതൊക്കെ പറഞ്ഞ മൂലയുടെ 3 ദിവസത്തെ വാദം ഉഷാറായിരുന്നു. പക്ഷെ 3ാമത്തെ ദിവസം ലാസ്റ്റ് പറഞ്ഞ് കുറച്ചും പോക്കായി പോയി. അങ്ങനെ തന്നെ എഴുതി വിട്ടോളി. ഇതിന്റെ ഈ ക്ലിപ്പിന്റെ അടിയിൽ വരും, എഴുതാൻ പറ്റിയതൊക്കെ എഴുതിക്കോളി. എനിക്കതുകൊണ്ടൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മളിവിടെ പറഞ്ഞ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്തിന് എതിര് പറഞ്ഞിട്ട് അതിന്റെ ഗുരുത്തക്കേട് കിട്ടിയ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് വാങ്ങിയിട്ട് മരിച്ചു പോകരുത്, ഈമാൻ കിട്ടാതെ മരിച്ചു പോകരുത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മുമ്പ് കാലത്ത് ഒരാൾ ഒരു സുന്നത്തിനെ എതിർത്തത്. എന്താണ് അയാൾ കേട്ട സുന്നത്ത്? രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ 2 കൈകളും കഴുകണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്, എഴുന്നേറ്റ ഉടനെ തന്നെ 2 കൈയും ആദ്യം കഴുകണം. എന്തിന്? ഫൈന്നഹു ലാ യദ്രി ഐന ബാത്തത് യദാ. രാത്രി എവിടെയാണ് 2 കൈകൾ രാപ്പാർത്തെന്നറിയില്ല. ഏതെല്ലാം ഭാഗങ്ങളിൽ തൊടും, ഏതെല്ലാം ഭാഗങ്ങളിൽ ചൊറിയും, ഏതെല്ലാം ഭാഗങ്ങൾ സ്പർശിക്കും. ചിലപ്പോ തലയായിരിക്കും ഇങ്ങനെ ചൊറിയ, ചിലപ്പോ കക്ഷത്തിന്റെ ഭാഗമായിരിക്കും, സ്വകാര്യ ഭാഗങ്ങൾ പലതും ഉണ്ടാവും. അസ്പൃശ്യതായി കയ്യിൽ പലതും ഉണ്ടാകും. ആരോഗ്യരംഗം വരെ സമ്മതിക്കൂല ഈ ഒരു വിഷയം. ബാക്ടീരിയകൾ പലതും ഉണ്ടാകും. 2 കൈയും കഴുകണം. ഒരു മനുഷ്യൻ ഇതിന് വെല്ലുവിളിച്ചു. അയാൾ പറഞ്ഞു, എന്റെ 2 കൈയും ഞാൻ കഴുകൂല, എന്റെ 2 കൈയും എവിടെയാണ് രാപ്പാർക്കുന്നത് എന്ന് എനിക്കറിയാം. മുത്തുനബി തങ്ങൾ 2 കൈയും കൈകല് സുന്നത്താണ് എന്ന് പറഞ്ഞതിന് എതിർത്തുകൊണ്ട് വെല്ലുവിളിച്ച മനുഷ്യൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ 2 കൈയും അതാ പിൻദ്വാരത്തിലൂടെ സഹോദരങ്ങളെ ഉൾഭാഗത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. 2 കഫിന്റെ ഭാഗവും 2 കൈയിന്റെ കഫിന്റെ ഭാഗവും പിൻദ്വാരത്തിലൂടെ മലദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ജനങ്ങളൊക്കെ ചോദിച്ചു, നിന്റെ വെല്ലുവിളി എങ്ങനെയുണ്ടടോ? മുത്തുനബി തങ്ങൾ കഴുകണമെന്ന് പറഞ്ഞപ്പോ കഴുകൂലെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടോ കൈ എവിടെയാണ് ഉള്ളത് എന്ന്? കഴുകണോ കൈകണ്ടേന്ന് തീരുമാനമായോ? കഴുകൂലാന്നാ മനുഷ്യൻ പറഞ്ഞിട്ട് എവിടെയാണ് എന്റെ കൈയെന്ന് എനിക്കറിയാമെന്ന് വെല്ലുവിളിച്ചപ്പോ ആ സുന്നത്തിനെ എതിർത്തതിന് റബ്ബ് സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തൊരു വിഷയമാണിത്. ഒരൊറ്റ സുന്നത്തിനും എതിരായി ജീവിക്കരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറവാക്കുന്ന ഒരു വാക്കുപോലും ഒരു സുന്നത്ത് കേൾക്കുമ്പോ എന്ത് സുന്നത്ത് എന്ന് പറഞ്ഞു പോകരുത്, ചിന്തിച്ചു പോകരുത്. മോഡേണിസ്റ്റായിട്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു സുന്നത്തിനെയും നീ കൊച്ചാക്കരുത്. അതൊക്കെ ഈ പറഞ്ഞ വിഷയത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇന്ന
ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയേ, തങ്ങളെ വെറുക്കുന്ന ആള്, തങ്ങളെ പ്രകോപിപ്പിക്കുന്ന ആള്, തങ്ങളെ ദുഃഖത്തിലാക്കുന്ന ആള്, തങ്ങളോട് എതിർപ്പ് വെക്കുന്ന ആള്, ഹുവൽ അബ്തറു, അവൻ ഗുണം മുറിഞ്ഞവനാണ്, അവൻ തുലഞ്ഞവനാണ്, എല്ലാ നിലക്കും വാലറ്റവനാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസാരപ്പെടുത്തുന്നവർ, തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർ, അവിടുത്തെ മാതാപിതാക്കളെ കുഫ്രിയത്തിലേക്ക് ചേർക്കുന്നവർ, അവിടുത്തെ സ്വഹാബത്തിനെ സാധാരണക്കാരായി കാണുന്നവർ, അവിടുത്തെ പ്രത്യേകതകൾ ഹനിക്കുന്നവർ, അവിടുത്തെ ഖബർ സിയാറത്ത് നിഷേധിക്കുന്നവർ, അവിടുത്തെ സ്വലാത്തും മഹത്വങ്ങളൊക്കെ ഇടിച്ചു താഴ്ത്തുന്നവർ, എല്ലാവരും ശ്രദ്ധിച്ചോളണം. മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു, തങ്ങളെ പ്രകോപിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ആരുണ്ടോ അവരൊക്കെ ഈ വകുപ്പിൽപ്പെട്ടവരാണ്. നേരത്തെ വന്നവരും ഇനി വരാനുള്ള ആളുകളും എല്ലാവർക്കും പറ്റുന്നൊരു വിശേഷണമാണ് അള്ളാഹു പറഞ്ഞത്. ഇന്ന ശാനിഅക ഹുവൽ അബ്തറു. തുടക്കത്തിൽ മഹത്വം പറഞ്ഞ് അവസാനം എതിർക്കുന്ന ആളുകൾക്ക് മറുപടിയും പറഞ്ഞിട്ടാണ് ഈ സൂറത്തിന്റെ അവസാനം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സുന്നത്തിനെയും അവഗണിക്കരുത്, ഒരു സുന്നത്തിനെയും എതിർക്കരുത്. കഴിവിന്റെ പരമാവധി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തുകളെ സ്വീകരിക്കുകയും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രകാശിപ്പിച്ച് തങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും വേണം. അവിടുത്തെ മദ്ഹുകളും സ്വലാത്തുകളും ഒക്കെ നിലനിർത്തണം. അവിടുന്ന് ഹറാമായി പഠിപ്പിച്ച കാര്യങ്ങളെ തൊട്ട് കഴിവിന്റെ പരമാവധി ദൂരത്താകണം. കറാഹത്തുകൾ ഒഴിവാക്കണം, സുന്നത്തുകളെ നന്നായി സ്നേഹിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നു.